ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വളരെയധികം ഡിസ്കഷനും ഡിബേറ്റും നടക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI-യുടെ ഹെൽത്ത് കെയറിലുള്ള കുറച്ച് പോസിബിൾ യൂസ് കേസസ്, അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലറേഷനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവർ അറ്റംപ്റ്റ് ഈസ് ടു ലുക്ക് അറ്റ് ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് യൂസിങ് സച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇൻ മെഡിസിൻ. And the big question is, do the benefits outweigh the cost? Let's take a listen. ഹെൽത്ത് കെയറിനെ കുറിച്ച് പറയുമ്പം ഞാനൊരു പക്ഷേ ഹെൽത്ത് കെയറുമായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻസ് ഉണ്ടായിട്ടുള്ള ഒരു പക്ഷേ പീഡിയാട്രിഷ്യൻസുമായിട്ടായിരിക്കും. കാരണം പിള്ളേരുടെ ഡോക്ടേഴ്സ് വിസിറ്റുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അവർ ജനിക്കുന്ന അന്ന് മുതൽ ഫോർ വാക്സിനേഷൻ, ഫിസിക്കൽസ്, റെഗുലർ ചെക്കപ്സ്, പിന്നെ എന്ത് അസുഖം വന്നാലും നമ്മളൊരു രണ്ടാമതൊന്നും ചിന്തിക്കാതെ പിള്ളേരെ ആകുമ്പോൾ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. സോ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ വിസിറ്റ് ചെയ്തേക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പീഡിയാട്രിക് സ്പെഷ്യാലിറ്റി ആയിരിക്കും. അവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പീഡിയാട്രിഷ്യൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ്. അപ്പോൾ സാധാരണ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് ഡേ ടൈമിലാണല്ലോ. ആ സമയത്ത് ഏതെങ്കിലും ഒരു ഫിസിഷ്യനായിരിക്കും വർക്ക് ചെയ്യുന്നത് അവിടെ. സാധാരണ രീതിയിൽ ഞാൻ പിള്ളേരെ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പം 90% ഓഫ് ദി സമയവും കിട്ടുന്നത് ഒരു പർട്ടിക്കുലർ ഡോക്ടറെയാണ്. നമ്മൾ ആദ്യം ചെല്ലുന്നു, നഴ്സിൻ്റെ ഒരു സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടറുടെ റൂമിൽ പോകുന്നു, എക്സാമിനേഷൻ റൂമിൽ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പം ഡോക്ടർ വരും വിത്ത് പേപ്പർ വർക്ക് ആൻഡ് ഓൾ ദാറ്റ്. വന്നു കഴിഞ്ഞാൽ ദി ഡോക്ടർ ഈസ് ഇൻ എ ഹറി. കാരണം ആ ഡോക്ടർ നടന്ന് റൂമിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഹീസ് ഇൻ എ ഹറി. ലൈക്ക് ഹി വാണ്ട്സ് ടു ജസ്റ്റ് ഗെറ്റ് ദിസ് ഡൺ ആൻഡ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് പേഷ്യൻറ്റ്. ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഡോക്ടർ വരും വിത്ത് എ സ്മൈൽ ആൻഡ് എവറിത്തിങ്, വെരി നൈസ് പേഴ്സൺ, ബട്ട് ഹീസ് ഇൻ എ ഹറി. പിന്നെ നഴ്സ് ഓൾറെഡി സ്ക്രീൻ ചെയ്തുകൊണ്ട് ഹീ ക്യാൻ സീ മോസ്റ്റ് ഓഫ് ദി ഇൻഫർമേഷൻ ഇൻ ഹിസ് പേപ്പർ വർക്ക്. പക്ഷേ ഹി വിൽ ആസ്ക് സം ബേസിക് ക്വസ്റ്റ്യൻസ്. പിന്നെ ആ എക്സാമിനേഷൻ ടേബിളിൽ കിടത്തിയിട്ട് ഒന്ന് ബേസിക് എക്സാമിനേഷനൊക്കെ ചെയ്യും, വൈറ്റൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കും. വിത്തിൻ ദാറ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഹീ കൈൻഡ് ഓഫ് ഡിസൈഡഡ് വാട്ട് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ഹി വാണ്ട്സ് ടു ഡു. ആൻറ്റിബയോട്ടിക് വേണോ, അതല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഓവർ ദി കൗണ്ടർ മെഡിസിൻ മതിയോ. മേ ബി സംടൈംസ് യു ഡോണ്ട് നീഡ് എനിത്തിങ്, റൈറ്റ്? അവർ പറയും ജസ്റ്റ് നമുക്കൊരു 1 വീക്ക് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറയും. ഒട്ടും എക്സാജറേറ്റ് ചെയ്യാതെ പറയുവാണെങ്കിൽ ആ ഡോക്ടർ ഞങ്ങളുടെ എക്സാമിനേഷൻ റൂമിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം അറ്റ് ദി മോസ്റ്റ് 5 മിനിറ്റ്സേ ഉള്ളൂ. നൗ ഒരു പീഡിയാട്രിക് പേഷ്യൻറ്റിൻ്റെ കേസിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് നോ ടു മച്ച് ഓഫ് മെഡിക്കൽ ഹിസ്റ്ററി ദാറ്റ് ദേ നീഡ് ടു റെഫർ. ഒത്തിരി ഡേറ്റ ഒന്നും പ്രോസസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കൊച്ചു പിള്ളേരാണ്, അവരുടെ ഒരു ഏജ് അനുസരിച്ചുള്ള ഡേറ്റ അവർക്കുള്ളൂ. പക്ഷേ സ്റ്റിൽ 5 മിനിറ്റ്സ് കൊണ്ട് എത്രമാത്രം മെഡിക്കൽ ഹിസ്റ്ററി പ്രോസസ്സ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു ഹ്യൂമൻ ബ്രെയിൻ, ഒരു ആവറേജ് അല്ല, യൂഷ്വലി ഡോക്ടേഴ്സ് ആവുന്നവർ ദേ ആർ വെരി ഇൻ്റലിജൻറ്റ്. പക്ഷേ ഒരു അത്രയ്ക്കും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണ് പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് ഡാറ്റ പ്രോസസ്സിങ്ങിന് ആവശ്യമായ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ടൈം എത്രമാത്രം ഒരു ഡോക്ടർ സ്പെൻഡ് ചെയ്യണം. ഒരു അഡൾട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഹി ഓർ ഷീ വുഡ് ഹാവ് എ ലോട്ട് ഓഫ് മെഡിക്കൽ ഹിസ്റ്ററി. ദർ ഇസ് എ ലോട്ട് ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് ടു പ്രോസസ്. അത് കഴിഞ്ഞിട്ടേ നമുക്കൊരു ഡിസിഷനിലെത്താൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും മെഡിസിനുമായിട്ട് ഇതിന് മുന്നേ എടുക്കുന്ന മെഡിസിൻ ഏതൊക്കെയാണ്, പ്രിസ്ക്രിപ്ഷൻ ഏതൊക്കെയാണ്, അതുമായിട്ട് ഇൻട്രാക്ഷനുള്ള മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ, സർജറീസ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് മെഡിക്കൽ ഹിസ്റ്ററീസ് നോക്കിയിട്ടേ ഒരു പുതിയ എയിൽമെൻറ്റുമായിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലുന്ന ഒരാൾക്ക് പ്രോപ്പറായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ആവറേജ് 5 to 7 മിനിറ്റ്സ് വിസിറ്റിൽ ഇത് സാധ്യമാകുമോ എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. അതെ ബിനോ, പലപ്പോഴും ഇനഫ് ഡാറ്റ ഇല്ലാതെ ഡോക്ടേഴ്സ് എടുക്കുന്ന ഡിസിഷൻസ് പലപ്പോഴും മിസ് ഡയഗ്നോസിസിലേക്കും മിസ് ട്രീറ്റ്മെന്റിലേക്കും ഒക്കെ ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം മെഡിസിനുകളെ നമ്മൾ പറയുന്നത്, അത്തരം ട്രീറ്റ്മെന്റ് പ്ലാനുകളെ നമ്മൾ പറയുന്നത് ഷാലോ മെഡിസിൻ എന്നാണ്. ഡോക്ടേഴ്സിന് ഇനഫ് ഇൻഫർമേഷൻസ് ഇല്ലാതെ എടുക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാൻ. പക്ഷേ നമുക്ക് ഇപ്പം ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റോടുകൂടി കൂടുതൽ ഡാറ്റ അനാലിറ്റിക്കൽ കപ്പാസിറ്റീസ് ഉണ്ട്. നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് റെക്കോർഡ്സ് ഫീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ വഴി ഡിസിഷൻ കപ്പാസിറ്റിയിലേക്ക് സിസ്റ്റം എത്തുകയും ആ ഡിസിഷൻസുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഫിസിഷ്യൻസിന് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട് കേപ്പബിൾ ആക്കുകയും ചെയ്യുന്ന തരം ട്രീറ്റ്മെന്റ് പ്ലാൻ. അതിനെ നമ്മൾ ഡീപ്പ് മെഡിസിൻ എന്നാണ് പറയുക.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രോമിസ് ഒന്നുമല്ല. ഇറ്റ്സ് ഓൾ അറൗണ്ട് അസ്, നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കാലിഫോർണിയയിലെ ബേ ഏരിയയിലെ റാഡിസ് ഹോസ്പിറ്റലിൽ ഒരു കുട്ടി ജനിച്ചു. ഹെൽത്തി ബേബി, ബ്രസ്റ്റ് ഫീഡിംഗ് വെൽ, മാത്രമല്ല വൈറ്റൽസ് എല്ലാം കറക്റ്റ് ആണ്. 3-ാമത്തെ ദിവസം അമ്മയും കുട്ടിയും ഹോസ്പിറ്റലിൽ വിട്ടു. പക്ഷേ 8-ാമത്തെ ദിവസം അമ്മ കുട്ടിയെ കൊണ്ട് റാഡിസ് ഹോസ്പിറ്റലിന്റെ തന്നെ എമർജൻസി റൂമിലേക്ക് വരികയാണ്. കുട്ടിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് സീഷർ ഉണ്ടാകുന്നു. 4 മുതൽ 5 മിനിറ്റ് വരെ ലാസ്റ്റ് ചെയ്യുന്ന സീഷേഴ്സ്. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്നാണ് അതിന് പറയുന്നത്. പക്ഷെ ഇൻഫെക്ഷന്റെ സയൻസ് ഒന്നുമില്ല. CT സ്കാൻ എടുത്തു, ബ്രെയിൻ നോർമൽ, കാർഡിയോഗ്രാം ചെയ്തു, EEG ചെയ്തു, എല്ലാം ഫൈൻ ആണ്. എക്സെപ്റ്റ് ഈ സീഷറിന്റെ ഇലക്ട്രിക് സിഗ്നൽസ് അല്ലാതെ വേറെ ഒന്നും കാണിക്കുന്നില്ല. നിറയെ പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ കൊടുത്തു നോക്കി, എല്ലാം ഫെയിൽ ആകുന്നു. മാത്രമല്ല ഇത് കോംപ്ലിക്കേഷൻ കൂട്ടുന്നേ ഉള്ളൂ. ഫൈനലി ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്ത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടാകും. ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കി അത് ഡെത്തിലേക്ക് ലീഡ് ചെയ്യാം എന്നാണ് അവർ കൺക്ലൂഡ് ചെയ്തത്. പക്ഷേ ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഈ കുട്ടിയുടെ ബ്ലഡ് ജീനോമിക് സീക്വൻസിനായിട്ട് അതിനടുത്ത് തന്നെയുള്ള റാഡിസ് ഹോസ്പിറ്റലിന്റെ ജീനോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. അവര് ഈ കുട്ടിയുടെ ജീൻ ഫുൾ സീക്വൻസ് ചെയ്തു. അറൌണ്ട് 125 GB ഓഫ് ഡാറ്റയുണ്ട് ഒരു ഹ്യൂമൻ ബ്രെയിൻ ഒരിക്കലും പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നതിന് എത്രയെങ്കിലും മേലുള്ളത്. അതിൽ നിന്ന് ഒരു AI സിസ്റ്റം 50 ലക്ഷത്തോളം ലൊക്കേഷൻസ് കോമൺ ഹ്യൂമൻ ജീനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കുട്ടിക്കുള്ള ജീനോംസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കുട്ടിയുടെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് എല്ലാം നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന വേറൊരു AI സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യും. അതിന്റെ അറൌണ്ട് 88ഓളം ഫിനോടൈപ്പിക് ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. അത് നോർമൽ ഡോക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഏകദേശം 20ഓളം മടങ്ങ് അധികം ഫിനോടൈപ്പിക് ഫീച്ചേഴ്സ് അവർക്ക് കണ്ടെത്താനും കഴിഞ്ഞു. ഈ 50 ലക്ഷം ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തതിൽ നിന്ന് ഏകദേശം 7 ലക്ഷത്തോളം റെയർ ആയിട്ടുള്ള ജീൻസ് ഐഡന്റിഫൈ ചെയ്തു ഇത് AI സിസ്റ്റം തന്നെ. അതിൽ നിന്ന് ഏകദേശം 900ഓളം ഡിസീസ് കോസിംഗ് ജീൻസ് ഐഡന്റിഫൈ ചെയ്തു. വീണ്ടും ഈ 900ഓളം ഡിസീസ് കോസിംഗ് ജീനും ഫിനോടൈപ്പിക് ഡാറ്റയും കൂടെ AI സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് എക്സാക്റ്റ് ആയിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ കഴിഞ്ഞു ഏത് ജീനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ALDH7A1 എന്ന ഒരു ജീനായിരുന്നു കൾപ്രിറ്റ്. ഈ ജീന് ഏകദേശം 0.01% ആൾക്കാരിലും മാത്രം മ്യൂട്ടേറ്റ് ചെയ്ത് വരുന്ന ഒരു ജീനാണ്. ഈ ജീനുള്ളവരിൽ ഒരു മെറ്റബോളിക് പ്രോബ്ലം ഉണ്ടാകും, ഡിഫക്റ്റ് ഉണ്ടാകും. അതാണ് ഈ സീഷറിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഈ മെറ്റബോളിക് ഡിഫക്ട്സ് മൂലമുണ്ടാകുന്ന സീഷറിനെ നമുക്ക് ഡയറ്ററി സപ്ലിമെന്റ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. വിറ്റാമിൻ B6, ആർജിനീൻ, അമിനോ ആസിഡ്സ് ഇങ്ങനെയുള്ള കുറച്ച് കണ്ടന്റ് വെച്ചിട്ട് ഡോക്ടേഴ്സിന് ഈ സീഷറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡോക്ടേഴ്സ് ഈ കുട്ടിയുടെ ഡയറ്ററി പ്ലാനിൽ ചേഞ്ചസ് വരുത്തി. ഡയറ്ററി പ്ലാൻസിൽ ചേഞ്ചസ് വരുത്തിയപ്പോൾ സീഷർ പെട്ടെന്ന് നിൽക്കുകയും 36 hours കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിക്ക് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോവുകയും ഫോളോ അപ്പ് വിസിറ്റിൽ ഈ കുട്ടിയുടെ ഹെൽത്ത് അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് പെർഫെക്റ്റ്ലി ഹെൽത്തി, നോ സൈൻ ഓഫ് ബ്രെയിൻ ഡാമേജോ അങ്ങനെയൊന്നുമില്ല, ഡെവലപ്മെന്റ് ഡിലേ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ലോകത്ത് നിറയെ ഹോസ്പിറ്റൽസ് ഉണ്ട് ഇങ്ങനെ ഫുൾ ജീനോം സീക്വൻസിങ്ങും അതിൽ നിന്ന് റയർ ആയിട്ടുള്ള മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തുകയും ജനറ്റിക്കലായിട്ടുള്ള ഡിസീസുകൾക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്ന നിറയെ ഹോസ്പിറ്റലുകൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. മെഷീൻ ലേൺ ആൽഗോരിതത്തിന് എങ്ങനെ നമ്മുടെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു എക്സാമ്പിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. റോയ്, അത് വളരെ ഒരു ഫാസിനേറ്റിംഗ് സ്റ്റോറി അപ്പം റോയ് ഷെയർ ചെയ്തത്. എനിക്ക് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് എൻ്റയർ ജീനോം സീക്വൻസ് റീഡ് ചെയ്ത് അതിലുള്ള ജനറ്റിക് വേരിയൻസ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കണ്ടുപിടിക്കുന്നത്. ഹ്യൂമൻലി ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അവിടെയാണ് ഒരു മെഷീൻ്റെ പവർ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് മെഷീൻസിൻ്റെ പവർ അല്ലെങ്കിൽ ആൽഗോരിതത്തിൻ്റെ പവർ നമുക്ക് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് AI അൽഗോരിതത്തിൻ്റെ പവർ കൊണ്ടാണ് ആ ന്യൂ ബോൺ ബേബിയുടെ കണ്ടീഷൻ എത്രയും പെട്ടെന്ന് സോൾവ് ആയതും അത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ തിരിച്ചു പോകാൻ സാധിച്ചെന്നും നമുക്ക് ആ സ്റ്റോറി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ തന്നെ ഒരു ജീനോം സീക്വൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇറ്റ് ഹാസ് എ കോമ്പിനേഷൻ ഓഫ് അബൌട്ട് 6.4 ബില്യൺ ലെറ്റേഴ്സ്. അത് ഇഫ് യു ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ യു ക്യാൻ ഫിൽ 4200 ബുക്സ്. സോ അത്ര ഇൻഫർമേഷനാണ് നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷനാണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ ക്യാരി ചെയ്യുന്നത്. അബൌട്ട് 40,000 ജീൻസിൽ ഒരു DNA മോളിക്യൂളിന് 6.4 ബില്യൺ ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ ഇമാജിൻ ദി ഹോൾ ജീനോം സീക്വൻസിങ് ഓഫ് എ പേഴ്സൺ. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്ന ആ പ്രോജക്റ്റാണ് ഫസ്റ്റ് ടൈം ഹ്യൂമൻ ജീനോം സീക്വൻസ് ചെയ്തത്. ഇറ്റ് ടുക്ക് 10 years ഫോർ ദം ടു ഡു ഇറ്റ് ആൻഡ് ഇറ്റ് ടുക്ക് $3 billion
സ്പെൻഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ടൈം അത് ചെയ്തത്. പക്ഷേ ഇന്ന് the technology has improved so much that there are startup companies who can do whole genome sequencing under $1,000 and much faster time. It will generate about 125 gigabytes of data. Now imagine a human brain processing that amount of data, or multiple human brains processing that amount of data. That is time consuming. That will take forever. ബിറ്റ്വീൻ ദ ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് അവർ ടൈം ഈസ് വെരി ക്രിട്ടിക്കൽ. ആ ക്രിട്ടിക്കൽ ടൈമാണ് നമ്മുടെ അവിടെ നഷ്ടപ്പെടുന്നത്. നമ്മൾ ഒരു ഹ്യൂമൻ ഡിപ്പെൻഡൻസി, മെഷീനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ഹ്യൂമൻ്റെ ബ്രെയിൻ കപ്പാസിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ നോക്കുമ്പോൾ സംഭവിക്കുന്നത്. പിന്നെ എ ഐ കുറിച്ച് പറയുവാണെങ്കിൽ എ ഐ നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുമ്പം ഒരു കസ്റ്റമൈസ്ഡ് സെർച്ച് റിസൾട്ട്സ് കിട്ടുന്നതും ബേസ്ഡ് ഓൺ യുവർ പാസ്റ്റ് സെർച്ച് ഹിസ്റ്ററി, ബേസ്ഡ് ഓൺ യുവർ ദി സോഷ്യൽ മീഡിയാസ് യു കണക്റ്റഡ് ടു ഓർ ദി ഷോപ്പിംഗ് സൈറ്റ്സ് യു ആർ ലോഗ്ഡ് ഇൻ ടു, ഇറ്റ് ഈസ് ഓൾറെഡി യൂസിങ് എ ഐ അൽഗോരിതംസ് ടു കസ്റ്റമൈസ് സെർച്ച് റിസൾട്ട്സ് ആൻഡ് സെൽ പ്രോഡക്ട്സ്. സോ സെർച്ച് റിസൾട്ട്സിൽ ഓൾറെഡി എ ഐയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. അലക്സയോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ആൻസർ ചെയ്യുന്നത് ആൻഡ് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ആൻസർ ചെയ്യുന്നത്. സ്മാർട്ട് ഹോം ഓപ്പറേഷൻ കൺട്രോളിങ് ത്രൂ ഡിവൈസസ് ലൈക്ക് അലക്സ, ഗൂഗിൾ ഹോം, അവിടെയൊക്കെ എ ഐയുടെ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഓൾറെഡി ഉണ്ട്. ഹെൽത്ത് കെയറിലും നമ്മൾ ഓൾറെഡി എ ഐ യൂസ് ചെയ്യുന്നുണ്ട്. റോബോട്ടിക് ആംസ് വെച്ചിട്ടുള്ള വളരെ ലാപ്രോസ്കോപ്പിക് സർജറീസ്, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ഓൾറെഡി പെർഫോം ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽസിൻ്റെ മെഡിക്കൽ ഡേറ്റ എ ഐ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മിസ് ഡയഗ്നോസിസ് ഒത്തിരി കുറയും. അതാണ് ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ്. കാരണം ദർ ആർ അബൌട്ട് 12 million cases of misdiagnosis in US alone by human doctors. സോ ആ നമ്പർ വളരെ നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഹോൾ ജീനോം സീക്വൻസിങ്ങും അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗ്, ദാറ്റ് ഈസ് എ ഹ്യൂജ് ആപ്ലിക്കേഷൻ ഓഫ് എ ഐ. എക്സ്റേസ്, MRI സ്കാൻ, CT സ്കാൻ, ഇങ്ങനെയുള്ള ഇമേജസ് റീഡ് ചെയ്യാനായിട്ട് എ ഐ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇൻ ഹെൽത്ത് കെയർ സ്കാൻ ഇമേജസ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഹാർട്ട് റിതത്തിലുള്ള പാറ്റേൺസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് EKG ഡാറ്റ ഫീഡ് ചെയ്തിട്ട് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹാർട്ട് റിതത്തിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. റേഡിയോളജിസ്റ്റ് ക്യാൻ മോർ എഫിഷ്യൻ്റ്ലി അവരുടെ ഒരു ഐബോൾ റീഡിങ് നടത്താതെ ദേ ക്യാൻ ഡിപ്പെൻഡ് ഓൺ ദി ആൽഗോരിതം ടു ഫൈൻഡ് പാറ്റേൺസ് ഇൻ ദി സ്കാൻ ഇമേജസ്. ഓഫ്തൽമോളജിസ്റ്റിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് എ ഐയുടെ. ഐ ഡിസീസിൻ്റെ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്ത് ആ പാറ്റേൺസ് ഡാറ്റ ഫീഡ് ചെയ്തിട്ട് ഒരു പൊട്ടൻഷ്യൽ ഐ ഡിസീസ് ഉണ്ടോ, അതേ ഒരു ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും ഐ ഡിസീസ് ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യാമോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എ ഐക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് നമ്മൾ ഓൾറെഡി മെഡിക്കൽ ഫീൽഡിലും ഈവൻ ഔട്ട്സൈഡ് അവർ പേഴ്സണൽ ലൈഫിലും എ ഐയുടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലൊരു ഹെൽപ്പ് തന്നെയാണ് ബിനോ. ഇപ്പം എ ഐക്ക് ബഗ്സ് ഉണ്ടാകാം, വൈറസ് അറ്റാക്ക് ആകാം, പക്ഷേ എങ്കിലും അത് ഹ്യൂമനേക്കാളും ചില ടാസ്കുകളിൽ അറ്റ്ലീസ്റ്റ് എങ്കിലും എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും. ഇഫ് ഐ അണ്ടർസ്റ്റാൻഡ് കറക്റ്റ്ലി, ഡോക്ടർ ലൈഫ് അത്ര ഈസി അല്ല. ഹി ഓർ ഷീ ക്യാൻ ബി ടയേർഡ്. He or she can be having personal problems in his life, but still visiting patients. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി, മെൻ്റൽ സ്റ്റേറ്റ്, ആർ യു ഹാവിങ് എ ബാഡ് ഡേ, ഒരു ദിവസം ഒക്കെ ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്, ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇനഫ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്, ബട്ട് എന്നും പറഞ്ഞൊരു ഡോക്ടർക്ക് അന്ന് അവധി എടുക്കാൻ പറ്റണമെന്നില്ല. ബിക്കോസ് ഹി മൈറ്റ് ഹാവ് സ്കെഡ്യൂൾഡ് പേഷ്യൻറ്റ് വിസിറ്റ്സ് ഓർ കൺസൾട്ടേഷൻസ്. അങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്റ്റുകളിൽ മിസ്ഡയഗ്നോസ് കയറി വരാവുന്ന ഒരു കാര്യമുണ്ട്. മെഷീൻസ് വിൽ നെവർ ഗെറ്റ് ടയേർഡ്, ലൈക്ക് റോയ് പറഞ്ഞ പോലെ. അതെ, എ ഐ ക്യാൻ വർക്ക് 24/7. അങ്ങനെയുള്ള ഒരു സെനാറിയോയിലാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡീപ്പ് ലേണിംഗ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് വേണ്ടുന്നത്. ഡീപ്പ് ലേണിംഗ് എന്നുള്ള ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക, അത് വെച്ചിട്ട് ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, ആ സിസ്റ്റത്തിന് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അത് മെഡിസിനിൽ മാത്രമല്ല ബിനോ ഇത് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, മെഡിസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫീൽഡുകളിൽ, അതായത് നേരത്തെ ബിനോ പറഞ്ഞുള്ള ജീനോം സീക്വൻസിങ്, ന്യൂ ഡ്രഗ് ഡെവലപ്മെൻറ്റിൽ അതിനകത്ത് ഡ്രഗ് കണ്ടൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, അതിൻ്റെ വേരിയേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. നമ്മുടെ ഏറ്റവും കോംപ്ലക്സ് ഓർഗൻ ആണല്ലോ ബ്രെയിൻ എന്ന് പറയുന്നത്. ആ ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് ഫയറിങ്സ്, അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് അനലൈസ് ചെയ്യാൻ, ഡിഫറെൻറ്റ് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ലൈവ് ബയോസെൻസേഴ്സിൽ നിന്ന് ലൈവ് ഡാറ്റ എടുത്തിട്ട് റിയൽ ടൈമിൽ അനലൈസ് ചെയ്യാൻ കഴിയുക, അതൊക്കെ ഒരു ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. സോ ബയോസെൻസേഴ്സ് എന്ന് റോയ് പറയുമ്പം ലൈക്ക് വെയറബിൾ ഡിവൈസസ് ലൈക്ക് സ്മാർട്ട് വാച്ച്, ഹാർട്ട് റേറ്റ് മോണിറ്റേഴ്സ്, അങ്ങനെയുള്ള. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ വൈറ്റൽസ് എടുക്കാനായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഡിവൈസസ് ഉണ്ടല്ലോ, അതാണ് ബയോസെൻസസ്. ഈവൻ ആപ്പിൾ വാച്ച് ഇസ് ഓർ ആൻഡ്രോയിഡ് വാച്ച്, ജസ്റ്റ് ഇൻ കേസ് യു ഡോണ്ട് വാണ്ട് ടു ഒഫെൻഡ് ദി ആൻഡ്രോയിഡ് പീപ്പിൾ. അതേപോലെ തന്നെ ഒരു വലിയ റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു ഫീൽഡാണ് ഡയറ്ററി ഫീൽഡ്. അതായത് ന്യൂട്രീഷണൽ സയൻസിൽ ഇൻഡിവിജ്വലൈസ്ഡ് ഡയറ്റിൽ AI വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഹെൽത്തി ഹ്യൂമൻസിന്
എന്താണ് ബെസ്റ്റ് ഫുഡ് ഇൻഡിവിജ്വലി, അതൊരു ജനറലൈസ്ഡ് ഡയറ്ററി പ്ലാൻ അല്ലാതെ സ്പെസിഫിക് ടു എ പേഴ്സൺ എന്നുള്ളത്. അതേപോലെ തന്നെ ബ്ലഡ് ഷുഗർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ ഡയബറ്റിക് പേഷ്യൻസിനും ഡയബറ്റിസ് ഇല്ലാത്ത പേഷ്യൻറ്റിൽ പോലും ഏതൊരു ഫുഡാണ് അവരിൽ ഷുഗർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനൊക്കെയുള്ള ആൽഗോരിതംസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമ്മൾ പറ്റി പറയുമ്പോഴേ എന്താണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് നോക്കുമ്പോഴേ നമ്മൾ എപ്പോഴും നോക്കുന്നത് ഒരു വിർച്വൽ മെഡിക്കൽ കോച്ചിലേക്കാണ്. ഒരു അൾട്ടിമേറ്റ് മെഡിക്കൽ കോച്ച്, എല്ലാം നമ്മളെ എപ്പോഴും കണ്ടിന്യൂസ്ലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ സിസ്റ്റം ടോട്ടലി അനലൈസ് ചെയ്യാൻ കഴിയുന്ന, കണ്ടിന്യൂസ്ലി ഡേറ്റ അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന, ഫീഡ്ബാക്ക് തരാൻ കഴിയുന്ന ഒരു കോച്ചിങ് ഡിവൈസ്, അലക്സ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് നോക്കുന്നത്. പക്ഷേ അത് ഇപ്പോൾ അവൈലബിൾ അല്ല എങ്കിലും നമ്മളുടെ എയിം ആസ് എ ടെക്നിക്കൽ കമ്മ്യൂണിറ്റി ഓർ മെഡിക്കൽ ഫീൽഡ് ഫ്യൂച്ചറിസ്റ്റിക് എന്ന് കാണുന്നത് തീർച്ചയായിട്ടും ഒരു വിർച്വൽ മെഡിക്കൽ കോച്ചിനെയാണ്. അതിന് തീർച്ചയായിട്ടും ഒരു ബ്രോഡർ കൺസ്യൂമർ ഹെൽത്ത് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇറ്റ് ക്യാൻ പ്രിവെന്റ് ബെറ്റർ ആൻഡ് മാനേജ് ഡിസീസസ്. ഈ ഡീപ്പ് മെഡിസിൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോഴുണ്ടല്ലോ, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, ഷാലോ മെഡിസിൻ. ഞാൻ ആദ്യം പീഡിയാട്രിക് വിസിറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് ഒരു ഷാലോ മെഡിസിൻ്റെ ഒരു എക്സാമ്പിളാണത്. എന്താണ് ഷാലോ മെഡിസിൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ മിസ് ഡയഗ്നോസിസ്. നമ്മൾ പറയും ഒരു ചെറിയ കാര്യം ഒന്ന് മിസ് ഡയഗ്നോസ് ചെയ്തെന്ന് ഓർത്ത് ഇപ്പം ഇസ് ഇറ്റ് എ ഹ്യൂജ് ഡീൽ? യെസ്, ഇറ്റ് ഈസ് എ ഹ്യൂജ് ഡീൽ. കാരണം മിസ് ഡയഗ്നോസിസ് ലീഡ്സ് ടു മിസ് ട്രീറ്റ്മെൻറ്റ്. റോങ് ആയിട്ട് ഒരു രോഗിയെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ റോങ് മെഡിസിൻ ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ റോങ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ആയിരിക്കും കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു മേജർ ഇഷ്യൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നുകൂടി ഐ വാണ്ട് ടു എംഫസൈസ് ദിസ്. 12 million significant misdiagnoses a year in the United States by physicians. This is not to blame them, because physicians are working around the clock. They are processing too much data and they have limitations to their cognitive capacities. പിന്നെ ഇതിൽ വരുന്ന വേറെ ഒന്ന് രണ്ട് എത്തിക്കൽ ഇഷ്യൂസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രമാത്രം ഡേറ്റ നമ്മളൊരു രോഗിയുടെ കളക്ട് ചെയ്ത് കഴിയുമ്പം ക്യാൻ ദാറ്റ് ഡേറ്റ ബി മിസ്യൂസ്ഡ് by vested interest people like potential employers or health care coverage തീരുമാനിക്കാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ പൊട്ടൻഷ്യൽ ഡാറ്റ മിസ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് എത്തിക്കൽ കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, വിച്ച് വി വിൽ അഡ്രസ് ഇൻ ദി നെക്സ്റ്റ് സെക്ഷൻ. പക്ഷേ മെയിനായിട്ട് എനിക്ക് ഈ ഷാലോ മെഡിസിനെ കുറിച്ച് പറയാൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു രോഗി സിംറ്റംസുമായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് വരുമ്പം ഫെയിലിംഗ് ടു ഓർഡർ ദി റൈറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്രറ്റിംഗ് ഹിസ് ഓർ ഹെർ സിംറ്റംസ്, ദാറ്റ് ഹാസ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ ടു റീച്ച് എ റോങ് കൺക്ലൂഷൻ. പിന്നെ മിക്ക ഡോക്ടേഴ്സിനും ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ അവർക്ക് ടു സം എക്സ്റ്റെൻറ്റ് ദേ ഹാവ് കൺഫർമേഷൻ ബയാസ്. ഇപ്പം നമ്മൾ പോയിട്ട് ഐ ഹാവ് ഹെഡ് ഏക്സ് ഫോർ ദി ലാസ്റ്റ് 1 month എന്ന് പറഞ്ഞു കഴിയുമ്പം ദർ ആർ സർട്ടൺ റീസൺസ് ഫോർ ഹാവിങ് എ ഹെഡ് ഏക്ക്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ലെറ്റ്സ് സേ ദി ഡോക്ടർ സീസ് ദാറ്റ് ഓക്കെ യുവർ തൈറോയ്ഡ് ഗ്ലാൻഡ് ഈസ് നോട്ട് ഫങ്ഷനിങ് വെൽ. സോ ഡോക്ടർ ട്രൈ ടു പുട്ട് ദീസ് 2 things ടുഗദർ. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഡോക്ടറുടെ ഒരു കൺഫർമേഷൻ ബയാസ് കിക്സ് ഇൻ ഹിസ് ബ്രെയിൻ. Then he will potentially lead to diagnose that headaches as a result of the thyroid gland improper ആയിട്ടുള്ള വർക്ക് കൊണ്ടായിരിക്കും ആ ഹെഡേക്ക് എന്ന് മിസ് ഡയഗ്നോസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ഇറ്റ് കുഡ് ബി ടോട്ടലി അൺറിലേറ്റഡ്. അവിടെയാണ് ഷാലോ മെഡിസിൻ, ഡീപ്പ് മെഡിസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. 30 തൊട്ട് 50% CT സ്കാൻസ് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ചെയ്യുന്നതും ടോട്ടലി അൺനെസസറി. അബൌട്ട് 80 million CT സ്കാൻസ് ചെയ്യുന്നുണ്ട് ഒരു വർഷം. അതിൽ 30 to 50% ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് നെസസറി. അത് മോസ്റ്റ് ഓഫ് ദി ടൈം ദി ഡോക്ടേഴ്സ് ജസ്റ്റ് സിംപ്ലി ഫോളോ എ പ്രോട്ടോകോൾ, either because of his or her confirmation bias or just don't want to take a chance, or the doctor doesn't have enough data to make a decision not to send the patient for a CT scan. ഒരു ന്യൂ പേഷ്യൻറ്റ് ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആവറേജ് ടൈം ദാറ്റ് ന്യൂ പേഷ്യൻറ്റ് സ്പെൻസ് വിത്ത് ദ ഡോക്ടർ ഈസ് ഓൺലി 12 minutes. This is by data. An existing patient spends on an average only 7 minutes with the doctor in the examination room. That 7 minutes or 12 minutes is totally not adequate to reach a proper diagnosis most of the time. ഇപ്പോൾ സാധാരണ ഒരു ജലദോഷം അല്ലെങ്കിൽ ഒരു ഫ്ലൂ ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മേ ബി ഒരു ഫ്ലൂ ടെസ്റ്റ് നടത്തിയാൽ നമുക്ക് ഓക്കെ വി ക്യാൻ കൺഫേം ദിസ് ഈസ് ഫ്ലൂ, ടേക്ക് റെസ്റ്റ് ഫോർ 2 weeks or take some flu medicines or whatever, right? But that may not be the case in every scenario. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഏകദേശം നമ്മുടെ ഹെൽത്ത് കെയർ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ $3.5 trillion ആണ്. 3.5 trillion. That is about at least 1/3 of the total yearly budget of US government. Prescription medicine, and we are spending about $600 billion a year. There is extraordinary waste in healthcare. എന്തുകൊണ്ടാണ്? That extraordinary waste is a result of shallow medicine. ബിനോട് ഡേറ്റ ആൻഡ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ
നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഷാലോ മെഡിസിൻ ബിനോ എക്സ്പ്ലെയിൻ ചെയ്ത ഷാലോ മെഡിസിൻ ഒരു അൺഇൻ്റലിജൻറ്റ് മെഡിക്കൽ പ്രാക്ടീസ് ആണെന്ന് പറയാം അല്ലെ. സബ് ഒപ്റ്റിമൽ ഔട്ട്കം തരുന്ന, അൺനെസസറി ഹാംസ് ക്രിയേറ്റ് ചെയ്യുന്ന, ഫാൾസ് പോസിറ്റീവും ഫാൾസ് നെഗറ്റീവും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന മെഡിക്കൽ പ്രാക്ടീസ്. ഇന്നത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് നമുക്ക് തീർച്ചയായും ഡേറ്റയെ കൂടുതൽ അനലൈസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വെച്ച് ഇൻ്റലിജൻറ്റ് മെഡിക്കൽ പ്രാക്ടീസ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള മെഡിക്കൽ പ്രാക്ടീസുകൾ ഫിസിഷ്യൻ്റെയും ക്ലിനിഷ്യൻസിൻ്റെയും ഫണ്ടമെൻ്റൽ ഡിസിഷൻ പ്രോസസ്സിനെ തന്നെ ആൾട്ടർ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കും. അതിന് നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, AI ടെക്നോളജി. ഡാറ്റ ഡീപ്പ് ലേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് AI ടെക്നോളജിയുടെ ഫീച്ചേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ തന്നെ നിറയെ കമ്പനികൾ, കോർപ്പറേറ്റുകൾ മുതൽ ചെറിയ സ്റ്റാർട്ടപ്പുകൾ വരെ AI ഇൻ ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എലൈവ് കോർ എന്ന് പറയുന്ന കാലിഫോർണിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ്, അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിനായിരുന്നു. ആപ്പിൾ വാച്ചിൽ ലൈവ് കോറിന് ഒരു ECG, സിംഗിൾ ലെഡ് ECG ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനൊരു വാ ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിലും ക്ലിനിക്കൽ വാല്യൂ ഒന്നും ഇല്ലായിരുന്നു. അവരുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആയിരുന്നു ഏട്രിയൽ ഫിബ്രിലേഷൻ ഐഡന്റിഫിക്കേഷൻ ആപ്ലിക്കേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ അപ്പർ ചേംബറും ലോവർ ചേംബറും തങ്ങളിൽ കണക്ട് ചെയ്യുന്ന വാൽവില് പ്രോബ്ലം ഉണ്ടായിട്ട് ഹാർട്ടിന്റെ റിതത്തിൽ ചേഞ്ച് വരും. അതൊരു ടൈപ്പ് ഓഫ് അരിത്മിയാണ്. നമ്മുടെ ലൈഫ് ടൈമിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് 30% ആണ്. ആ 30% ഏകദേശം 3% ആൾക്കാർക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. എലൈവ് കോറിന്റെ AI ടീം ഡീപ്പ് ലേണിംഗ് ആൽഗോരിതം, സ്മാർട്ട് റിതം എന്ന് പറയുന്ന ഒരു ഡീപ്പ് ലേണിംഗ് ആൽഗോരിതം ഡെവലപ്പ് ചെയ്തു. ഈ ഡീപ്പ് ലേണിംഗ് ആൽഗോരിതം ഹാർട്ട് റേറ്റ് ഡീപ്പ് ലേൺ ചെയ്യും. അതായത് നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോഴും ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മുടെ ഹാർട്ട് റേറ്റിന്റെ റേഞ്ച് ഐഡന്റിഫൈ ചെയ്യും. ഈ റേഞ്ചിന് വെളിയിൽ പോവുകയാണെങ്കിൽ ആൽഗോരിതം അത് ഐഡന്റിഫൈ ചെയ്യും. ഇതിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് സ്മാർട്ട് റിതം ആൽഗോരിതം ഉപയോഗിച്ചത് സ്മാർട്ട് വാച്ചസ് ആയിരുന്നു, എസ്പെഷ്യലി ആപ്പിൾ വാച്ച്. ആപ്പിൾ വാച്ചിന് ഒരു റിസ്റ്റ് ബാൻഡ് ക്രിയേറ്റ് ചെയ്തു. അതിൽ സെൻസർ വെച്ചിട്ടാണ് ഈ ഡിവൈസ് ഹാർട്ട് റേറ്റിന്റെ റിതം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ വാച്ചിന്റെ ആക്സിലറോമീറ്ററിൽ വാക്കിംഗ് പാറ്റേണും റെസ്റ്റ് സ്റ്റേറ്റും ആക്ടിവിറ്റി സ്റ്റേറ്റും എല്ലാം ഐഡന്റിഫൈ ചെയ്യും. റെസ്റ്റ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഹാർട്ട് റേറ്റ് ഐഡന്റിഫൈ ചെയ്ത റേഞ്ചിന് വെളിയിൽ പോവുകയാണെങ്കിൽ യൂസർ ഈ കാർഡിയോ ബാൻഡിൽ തമ്പ് യൂസ് ചെയ്ത് ECG എടുക്കുകയും ആ ECG അനാലിസിസിന് അയക്കുകയും ചെയ്യും. അങ്ങനെയാണ് എലൈവ് കോറിന്റെ കാർഡിയോ ബാൻഡ് ഏട്രിയൽ ഫിബ്രിലേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. 2017 എലൈവ് കോറിന്റെ കാർഡിയോ ബാൻഡിന് FDA അപ്രൂവൽ കിട്ടുകയും അത് ആദ്യത്തെ ഏട്രിയൽ ഫിബ്രിലേഷൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഓവർ ദ കൗണ്ടർ ഡിവൈസ് ആണ്. ഇതേ സമയത്ത് തന്നെ ടെക്നോളജി ജൈന്റ് ആയിരുന്ന ആപ്പിളും ഏട്രിയൽ ഫിബ്രിലേഷൻ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു. ആപ്പിളിന്റെ അപ്രോച്ച് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. ആപ്പിൾ വാച്ചിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ ഐഡന്റിഫൈ ചെയ്താൽ ആപ്പിൾ വാച്ച് അമേരിക്കൻ വെൽ ഡോക്ടേഴ്സിന് ഒരു ഇമെയിൽ അയക്കും. ഡോക്ടേഴ്സ് യൂസേഴ്സിന് ബാൻഡേഡ് ലൈക്ക് പാച്ചസ് അയച്ചു കൊടുക്കും. അത് ബോഡിയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് 1 വീക്ക് കണ്ടിന്യൂസ് ECG എടുക്കുകയും ആ റിപ്പോർട്ട് ഡോക്ടേഴ്സ് അനലൈസ് ചെയ്ത് ഏട്രിയൽ ഫിബ്രിലേഷൻ ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ആപ്പിൾ ഫോളോ ചെയ്തത്. 2018 ആപ്പിളിനും FDA അപ്രൂവൽ കിട്ടുകയും ആപ്പിൾ വാച്ച് 4 സീരീസിൽ അത് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് ആപ്പിൾ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും പ്രോജക്റ്റുകൾ, സക്സസ് സ്റ്റോറീസ് തീർച്ചയായിട്ടും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ കേപ്പബിൾ ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലം. ഇതിനൊരു ബ്ലാക്ക് ബോക്സ് പ്രോബ്ലം കൂടിയുണ്ട്. ബ്ലാക്ക് ബോക്സ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ ലൈഫിൽ ഓൾറെഡി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, നോട്ട് ജസ്റ്റ് ഇൻ ഹെൽത്ത് കെയർ. ഫേസ്ബുക്ക് നമുക്ക് റാൻഡമായിട്ട് ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യും. ഇതെങ്ങനെയാണ് ഫേസ്ബുക്ക് തീരുമാനിച്ചത് ഇവരൊക്കെ നമ്മുടെ പൊട്ടൻഷ്യൽ ഫ്രണ്ട്സ് ആണ് എന്ന് നമുക്കറിയത്തില്ല. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എ ബ്ലാക്ക് ബോക്സ്. അതുപോലെ തന്നെ നമ്മളൊരു ലോണിന് അപ്ലൈ ചെയ്തു. ദേ യൂസ് സം കൈൻഡ് ഓഫ് ആൻ ആൽഗോരിതം ടു ഡിറ്റർമിൻ ഇഫ് ദിസ് പേഴ്സൺ ഈസ് ക്രെഡിറ്റ് വർത്തി. എന്നിട്ട് അവർ പറയും either your loan is approved or denied. How did they come to that conclusion? You probably don't get all those details, right? അതുപോലെ തന്നെ ഓട്ടോണമസ് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഒരു ഓട്ടോണമസ് കാർ റോഡിൽ കൂടി പോകുമ്പം ചില ഡിസിഷൻസ് ആ കാർ എടുക്കുന്നത് ടു വെദർ ഇറ്റ് ഈസ് ടു അവോയ്ഡ് ആൻ പൊട്ടൻഷ്യൽ ആക്സിഡൻറ്റ് ഓർ ടു ചേഞ്ച് ദി ലെയിൻ ഓർ ടു ടേക്ക് എ പർട്ടിക്കുലർ എക്സിറ്റ് ഫ്രം എ ഹൈവേ, ഇതെല്ലാം എങ്ങനെയാണ് ആ ഒരു ഡിസിഷനിലേക്ക് വന്നത് എന്ന് നമുക്ക് ബാക്ക് ട്രാക്ക് ചെയ്യാൻ എപ്പോഴും പറ്റിയെന്ന് വരത്തില്ല. That is what is called the black box problem of AI. അത് മെഡിക്കൽ ഫീൽഡിലുണ്ട്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഇപ്പോൾ AI എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ന്യൂറൽ നെറ്റ്വർക്ക്സ്, റൈറ്റ്? ദർ ഈസ് എ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ദർ ആർ ലോട്ട് ഓഫ് ഹിഡൻ ലെയേഴ്സ് ഇൻ ബിറ്റ്വീൻ. How these hidden layers are working, how these input and output, yes, we know what we are inputting into the algorithm, what we are getting back from the algorithm. But how is it working in between those two?
how the hidden layers are, how complex it is, how it is processing data, and what kind of model that it is ultimately using to make a decision. അത് നമുക്ക് പലപ്പോഴും is hidden behind the scenes. That can be an issue. If you go to a doctor and doctor makes a misdiagnose and give you the wrong medicine. Let's say you are a diabetic patient. Doctor എടുത്ത് പോയി, ഡോക്ടർ തന്ന ഇൻസുലിൻ്റെ അളവ് കുറച്ച് മാറിപ്പോയി. The maximum it can do, let's say the worst case scenario, can go into hypoglycemic coma, like blood sugarൻ്റെ ലെവൽ എക്സ്ട്രീംലി വേരി ചെയ്തിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോവാം. But usually it can happen for one patient, two patients who is consulted or treated by one doctor. But when it comes to AI, the scale is so high. AI എടുക്കുന്ന ഡിസിഷൻസിന് ഫാർ ഫെച്ച്ഡ് ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു ഇൻസുലിൻ പ്രിസ്ക്രൈബ് ചെയ്യേണ്ട ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ റീഡ് ചെയ്തിട്ട് ഇൻസുലിൻ അല്ലെങ്കിൽ വേറെ പല ഡേറ്റയും, കാരണം ഒരു ഡയബറ്റീസിന് ഒരു ഇൻസുലിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ മാത്രം നോക്കിയാൽ പോരാ. അതിന് മൾട്ടി ലെയർഡ് ഡാറ്റ ഓഫ് ഗ്ലൂക്കോസ് ലെവൽ വേണം, ആ പേഷ്യൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, സ്ലീപ്പ് വേണം, ന്യൂട്രീഷൻ ആൻഡ് സ്ട്രെസ് ലെവൽസ് നോക്കണം. ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റയും ഒരുമിച്ചിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു AI അൽഗോരിതത്തിൽ ഒരു ചെറിയ ഗ്ലിച്ച് ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ലീഡ് ലിറ്ററലി ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻടു hypoglycemic coma. And that is a biggest issue with AI. And the biggest question there is, who do we keep accountable? Because ഡോക്ടറുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പഠിച്ച മെഡിക്കൽ ഇൻഫർമേഷൻ വെച്ചിട്ട് പ്രിസ്ക്രൈബ് ചെയ്തതല്ല അത്. The doctor completely depend on a AI algorithm to make that decision. So how can we keep the machine accountable for that misdiagnosis? So that is the black box problem of AI. അതെ അഭിനവ്, ഇപ്പോൾ ഈ റിവേഴ്സ് ആൽഗോരിതംസ് AI സാധ്യമല്ല എന്ന് പറയുമ്പോൾ പക്ഷേ ഇപ്പോൾ ഗൂഗിള് അതിനൊരു ആൾട്ടർനേറ്റീവായിട്ടൊരു ആൽഗോരിതം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡീപ് ഡ്രീം എന്ന് പറയുന്നത്. അത് നോർമലി AI ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് ഇമേജിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് പകരം ഡീപ് ഡ്രീം എന്താണെന്ന് വെച്ചാൽ അതിന് ഫീഡ് ചെയ്യപ്പെടുന്ന ഫീച്ചേഴ്സ് വെച്ചിട്ട് അതൊരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ചേഞ്ച് ഉണ്ട്. അത് ടെക്നിക്കലി സോ ഡീപ്പ്, അതുകൊണ്ട് നമുക്കത് വേറൊരു സെനാരിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ആയി കഴിഞ്ഞു, ഹൗ വി ക്യാൻ ലുക്ക് ബാക്ക് ആൻഡ് സീ ഹൗ വി റീച്ച് ടു എ കൺക്ലൂഷൻ എന്നുള്ളത്. അതേപോലെ തന്നെ AI ആൽഗോരിതമോ അല്ല ഒരു സിസ്റ്റം ഡിപ്പെൻഡൻസ് ഉണ്ടാകുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബയാസസ് ആൻഡ് ഇനിക്വിറ്റീസ്. നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഈ രണ്ട് ഫാക്ടേഴ്സ് നമ്മളെപ്പോഴും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുകയും അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് നോക്കുകയും ചെയ്യേണ്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബയാസസ് ആർ ഡീപ്പ് ഇൻ അവർ സോഷ്യൽ സിസ്റ്റം. അത് പലപ്പോഴും AI സിസ്റ്റത്തിലും റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ടാണ് റേസ്, എത്തനിസിറ്റി, സോഷ്യോ എക്കണോമിക് ക്ലാസസ്, സെക്ഷൽ ഓറിയന്റേഷൻ, അതെല്ലാം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് ഈ സോഷ്യൽ ലൈഫ്. ഹൂ ഗെറ്റ്സ് ജോബ് ഇന്റർവ്യൂ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, അതെല്ലാം നമ്മുടെ ഹ്യൂമൻ ബയാസസിന് ഒരു സോഷ്യൽ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ആൽഗോരിതംസ് വേൾഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ മേക്ക് മോർ പ്രോബ്ലം. AI ചെയ്യുന്നതെന്ന് വെച്ചാൽ പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ അതിനെ ഒരു ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. നമ്മൾ പറഞ്ഞ ബയാസസും ഇൻഇക്വാളിറ്റീസും എല്ലാം ഈ AI സിസ്റ്റത്തിൽ അത് എൻലാർജ് ചെയ്ത് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഒരു സ്റ്റഡി ഉണ്ട്, അതിന്റെ പേര് മെൻ ആൾസോ ലൈക്ക് ഷോപ്പിംഗ്. അത് 2 ലക്ഷത്തോളം ഇമേജസ്, 2 സെറ്റ് ഓഫ് ഇമേജസ് ഇന്റർനെറ്റിൽ നിന്ന് എടുത്തിട്ട് അവർ AI ഫീഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഇമേജസ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ AI ഇതെല്ലാം ലേൺ ചെയ്തിട്ട് ഇമേജസ് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ ബയാസസ് എവിഡന്റ് ആയിട്ട് കാണാൻ കഴിയുമായിരുന്നു. അവർ കൂടുതലും കുക്കിംഗ്, ഷോപ്പിംഗ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വുമനുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും സ്പോർട്സ്, കോച്ചിങ്, ഷൂട്ടിംഗ് അതൊക്കെ അസോസിയേറ്റഡ് ടു മെൻ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും തുടങ്ങി ഈ സിസ്റ്റം. നേരത്തെ പറഞ്ഞ ബയാസസ് ഇതിൽ നന്നായിട്ട് കാണാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആംപ്ലിഫൈ ചെയ്ത് കാണിക്കും എന്നുള്ളതിന് എക്സാമ്പിളാണ് ഒരു കിച്ചണിൽ നിന്ന ഒരു പുരുഷനെ ഒരു സ്ത്രീയായിട്ട് ഈ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്തു. ബിക്കോസ് കാരണം നിൽക്കുന്നത് കൊണ്ട് അത്ര ഡീപ്പായിട്ട് ഈ ബയാസസ് AI സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കാർണിഗി മെലൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റഡി ഉണ്ട്. ആ സ്റ്റഡിയിൽ പറയുന്ന ഗൂഗിൾ ആഡ്സ്, നമുക്ക് ഗൂഗിൾ ആഡ്സ് വരുമല്ലോ, ആ ഗൂഗിൾ ആഡ്സിൽ സ്ത്രീകൾക്ക് വേജ് കുറഞ്ഞ ജോബ്സും പുരുഷന്മാർക്ക് വേജ് കൂടിയ ജോബ്സും വരാൻ ചാൻസ് ഉണ്ട് എന്ന് അവര് ഐഡന്റിഫൈ ചെയ്തു. അത് മാത്രമല്ല, ഗൂഗിൾ ഇമേജ് സെർച്ചിൽ പോയിട്ട് ഇന്ത്യൻ മാരേജസ് എന്ന് പറഞ്ഞാൽ കുറെ സ്റ്റീരിയോടൈപ്പിക് മാരേജ് ഫോട്ടോസ് വരും. നോർത്ത് ഇന്ത്യയിലുള്ള ടൈപ്പ് ഓഫ് ഇമേജസ്, അത് ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. അതുപോലെ ഒരു അഗ്ലി ചൈൽഡ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കറുത്ത ഫേസ് ഉള്ള കേർലി ഹെയർസ് ഉള്ള കുട്ടികളെ കാണിക്കും. ഇപ്പം ഗൂഗിൾ അത് കുറെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, എങ്കിലും നമുക്കത് എവിഡന്റ് ആയിട്ട് കാണാൻ കഴിയും.
അങ്ങനെയുള്ള ഡീപ്പായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ഇത് കൂടുതൽ മെഡിക്കൽ റിസർച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. റോയ് പറഞ്ഞ എക്സാമ്പിൾസ് ദാറ്റ്സ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. സോ ഐ വാണ്ട് ടു ജസ്റ്റ് ടച്ച് ഓൺ ദാറ്റ് എ ലിറ്റിൽ ബിറ്റ്. ഇപ്പം ബേസിക്കലി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഈസ് ഓൺലി ആസ് ഗുഡ് ആസ് ദി ഡാറ്റ യു ഫീഡ് ഇറ്റ്. Not just that, it amplifies it. It amplifies the data you feed it, right? ഇപ്പം നമ്മൾ ഓൾറെഡി ഇന്റർനെറ്റിൽ ഒരു മില്യൺ ഇമേജസ് ഉണ്ട്. ആ മില്യൺ ഇമേജസിൽ മോർ ദാൻ ഹാഫ് ഓഫ് ഇറ്റ് ഈസ് മാർക്ക്ഡ് ആസ് അഗ്ലി ചൈൽഡ്. AI is going to take that data and determine what an ugly child would look like based on the bias of the people. So that's the important thing I want to emphasize. This is data itself is biased because the data is produced by biased human beings. അതെ, ഡാറ്റ മാത്രമല്ല, ഈ എഴുതുന്ന ആൽഗോരിതം പോലും ബയാസ്ഡ് ആകാം. നമ്മൾ എഴുതുന്ന ആൽഗോരിതംസ് ബയാസ്ഡ് ആകാം, ലോജിക്സ് ബയാസ്ഡ് ആകാം. ആ ബയാസ് എല്ലാം റിഫ്ലക്ട് ചെയ്യുക മാത്രമല്ല ആംപ്ലിഫൈ ചെയ്യും. നേരത്തെ പറഞ്ഞ ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന മെഡിക്കൽ റിസർച്ച് ഫീൽഡുകളിലാണ്. അതായത് പലപ്പോഴും മൈനോറിറ്റീസ് പല സ്റ്റഡീസിലും അണ്ടർ റെപ്രസെൻറ്റഡോ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യപ്പെടാതെ പോകും. അത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ജീനോമിക് സ്റ്റഡീസിലാണ്. ജീനോമിക് സ്റ്റഡീസ് എപ്പോഴും ഈ റേസ് സ്പെസിഫിക് ആണ്. അത് ഈ ജീനോമിക് സ്റ്റഡീസിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡി നടന്നിട്ടുള്ളത് യൂറോപ്യൻ ഡിസെൻഡൻറ്റിലാണ്. അതൊരു പ്രശ്നമാണ്. അതേപോലെ സ്കിൻ ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡി നടക്കുന്നത് വൈറ്റ് സ്കിൻ്റെ ആൾക്കാരിലാണ്. അത് ഒരിക്കലും നമുക്ക് ഒരു ഏഷ്യൻ സ്കിന്നിലോ ബ്ലാക്ക് സ്കിന്നിലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ഹൗ വി ഫീഡ് ഡാറ്റ, ഹൂ റൈറ്റ്സ് ദ ആൽഗോരിതംസ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഞാൻ ആദ്യം പറഞ്ഞ ഈ AI എത്തിക്സ് ഇഷ്യൂ ഐ വാണ്ട് ടു എക്സ്പാൻഡ് ഓൺ ഇറ്റ് എ ലിറ്റിൽ ബിറ്റ് മോർ. ദിസ് ഈസ് വെരി ക്രിട്ടിക്കൽ വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത് കെയർ ആൻഡ് ഓൾസോ വെരി ക്രിട്ടിക്കൽ വെൻ ഇറ്റ് കംസ് ടു AI ആൽഗോരിതംസ് ലൈക്ക് ഓട്ടോണമസ് ഡ്രൈവിംഗ്, ഡ്രൈവർലെസ് കാർസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഫിലോസഫിയിലും സൈക്കോളജിയിലും വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള എല്ലാവരും എത്തിക്സ് ഒരു ഡൈലമ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ട്രോളി പ്രോബ്ലം. ഈ ട്രോളി പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രോളി അല്ലെങ്കിൽ ഒരു ട്രെയിൻ ട്രാക്കിൽ കൂടെ അങ്ങ് വരുവാണ്. ആൻഡ് അറ്റ് സം പോയിന്റ് ആ ട്രാക്ക് 2 ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പോവുകയാണ്. ആ സ്പ്ലിറ്റ് ആയിട്ട് പോകാനായിട്ട് അവിടെ ഒരു ലിവർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ലിവർ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ സ്ട്രൈറ്റ് വരുന്ന ട്രാക്കിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറിപ്പോകും. ട്രെയിൻ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 5 പേര് സംഹൗ ദേ ആർ സ്റ്റക്ക് ഇൻ ദി ട്രെയിൻ ട്രാക്ക്. അപ്പം ഞാൻ അല്ലെങ്കിൽ ഒരാൾ ആ ലിവർ പുള്ളി ചെയ്യുന്ന ആ ലിവറിൻ്റെ അടുത്ത് നിൽക്കുവാണ്. സോ ഹീ ഹാസ് ദി പവർ ടു പുൾ ദി ലിവർ ആൻഡ് റീഡയറക്ട് ദി ട്രെയിൻ ടു ദി നെക്സ്റ്റ് ട്രാക്ക്. പക്ഷേ അവിടെ നോക്കുമ്പോഴത്തേക്ക് ട്രാക്കിൽ ഒരാളുണ്ട്. ബേസിക്കലി അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിൻ വരുന്ന അതേ ഡയറക്ഷനിൽ ഇഫ് ഐ ഡോണ്ട് ഡു എനിത്തിങ്, ഈവൻ ദോ ഐ ഹാവ് ദി പവർ ടു പുൾ ദി ലിവർ, ട്രെയിൻ വിൽ ഗോ സ്ട്രെയിറ്റ് and kill 5 people. If I take an action and pull the lever, the train will go to the other side and kill 1 person. What would I do? അതാണ് ഒരു അബ്സ്ട്രാക്ട് എത്തിക്കൽ ഇഷ്യൂ ആണത്. പക്ഷേ ഇറ്റ് ഈസ് എ ഡയലമ. കാരണം ട്രെയിൻ നേരെ പോകുന്ന, ഷുഡ് ഐ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ ബിക്കോസ് ദാറ്റ്സ് ഹൗ ഇറ്റ് വാസ് ഗോയിങ് എനിവേസ്, അതെയോ ഷുഡ് ഐ മേക്ക് an action and kill 1 person as opposed to 5 people, which is more ethical? This is a question in AI also. ഈ AIയിൽ ഈ എത്തിക്കൽ ഇഷ്യൂ മെയിനായിട്ട് വരുന്നുണ്ട്. സെൽഫ് ഡ്രൈവിംഗ് കാർസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ദിസ് ക്യാൻ ബി ആൻ ഇഷ്യൂ. കാരണം ഏകദേശം 1.25 മില്യൺ പീപ്പിൾ ആർ കിൽഡ് ബൈ ഹ്യൂമൻ ഡ്രൈവേഴ്സ് ഈച്ച് ഇയർ. അതെ, ഈ ഒരു ഊബറിന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഊബർ സെൽഫ് ഡ്രൈവിംഗ് കാറാണ്. അത് പോയിട്ട് ഒരു പാസഞ്ചറെ ഇടിച്ച് മരിക്കുന്നു. പലപ്പോഴും അതേപോലെ നിറയെ ഇൻസിഡൻസ് ഉണ്ടാകാറുണ്ടെങ്കിലും ബിനോ പറഞ്ഞ പോലെ അതൊരു എത്തിക്കൽ പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ടാവും. കറക്റ്റ്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്, റൈറ്റ്? Who do we keep accountable? I think that's the biggest question. അതുപോലെ തന്നെ ഈ റോയ് പറഞ്ഞ എക്സാമ്പിൾ പലപ്പോഴും ന്യൂസിൽ കാണാൻ പറ്റും. ടെസ്ലയുടെയോ അല്ലെങ്കിൽ അങ്ങനെ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞാൽ അതിന് ഇറ്റ് ഗെറ്റ്സ് മോർ ന്യൂസ് കവറേജ്. പക്ഷേ ദി ഫാക്ട് ഈസ് ദർ ആർ ലിറ്ററലി മോർ ദാൻ 1 million people dies every year from human drivers' errors. But the AI gets more attention because there is the issue with the ethics. And also, who do we keep accountable? That is the big question there, right? Basically, അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, we shouldn't push algorithms prematurely to real-time use. The companies who makes these algorithms have to really teach the algorithm with enough data so that we can assure the safety of people who are using it. അതാണ് അതിൻ്റെ ഒരു potential solution. But that is not always the case because most of these AI algorithms are self-learning. Self-learning, it needs a lot of data. As it gets more data, it improves.
but it takes time. But during that phase, we can have misdiagnosis, we can have accidents, all that can happen. അതെ ബിനോ, ഇപ്പോ ടെക്നോളജി ഇംപ്രൂവ്മെന്റിനെ പറ്റി പറയും. തീർച്ചയായിട്ടും ഈ ബാക്ക് ടു എ ഇൻ ഹെൽത്തിലേക്ക് വരികയാണെങ്കിൽ ലാസ്റ്റ് 50 ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടായ ഒരു മെഡിക്കൽ ഫീൽഡാണ് റേഡിയോളജി എന്ന് പറയുന്നത്. റേഡിയോളജി അനലോഗ് ഇമേജിങ്ങിൽ നിന്ന് ഡിജിറ്റൽ ഇമേജിങ്ങിലേക്ക് റെസൊല്യൂഷനിലേക്ക് വരുമ്പോൾ തന്നെ CT സ്കാൻ, പെറ്റ് സ്കാൻ, ന്യൂക്ലിയർ ആൻഡ് MRI അങ്ങനെയുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇമേജ് ക്രിയേഷനിൽ തന്നെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇത് ഡോക്ടേഴ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ അനാലിസിസിൽ. പക്ഷേ ഇപ്പോൾ AI വെച്ചിട്ട് ക്യാൻ വി ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. അതായത് ഇപ്പോൾ ഇമേജ് ക്രിയേഷൻ മാത്രമല്ല, അതിൻ്റെ അനാലിസിസിലേക്കൂടെ AI കടക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയയാണ് റേഡിയോളജി. I want to ask a question there, because പലപ്പോഴും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ മെഡിസിൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നൊരു പിക്ചർ റോബോട്ട്സ് റീപ്ലേസിങ് ഓൾ ദി ഡോക്ടേഴ്സ്, ഓൾ ദി നഴ്സസ് ആൻഡ് റേഡിയോളജിസ്റ്റ്, അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ പലരുടെയും ഉള്ളിലുണ്ട്. ഈവൻ ലൈക്ക് ഇഫ് യു സെർച്ച് ഇൻ ദി ഇന്റർനെറ്റ് ലൈക്ക് AI മെഡിസിൻ, ഒരു പക്ഷേ യു വിൽ സീ പിക്ചേഴ്സ് ലൈക്ക് റോബോട്ട്സ് വാക്കിംഗ് അറൌണ്ട് ഇൻ എ ഹോസ്പിറ്റൽ വിത്ത് സ്റ്റെതസ്കോപ്പ് ആൻഡ് ഡോക്ടേഴ്സിന്റെ കോട്ടൊക്കെ ഇട്ട്. ഐ വാണ്ട് ടു ബസ്റ്റ് ദാറ്റ് മിത്ത്. കാരണം ഇപ്പോൾ റോയ് പറഞ്ഞ എക്സാമ്പിൾ, ഈ റേഡിയോളജിയിലാണ് AI എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇനിഷ്യൽ ഒരു യൂസ് കേസ്. പക്ഷേ അന്നേരം വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഡസ് ദാറ്റ് മീൻ വി ആർ ഗോയിങ് ടു റീപ്ലേസ് ഓൾ ദി റേഡിയോളജിസ്റ്റ്? ആ റേഡിയോളജി പഠിച്ചവർക്ക് ഇനി ജോലി ഇല്ലാതെ വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ ക്യാൻ യു അഡ്രസ്? അതെ, ഇതിപ്പം ബിനോ പറഞ്ഞ പോലെ ഈ റോബോട്ട്സ് സ്റ്റെപ്സ് ഇട്ടുകൊണ്ട് പോകുന്നത് എന്തിനാണെന്നുള്ള അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തീർച്ചയായിട്ടും ഒരു സ്റ്റെതസ്കോപ്പ്, അങ്ങനെയാണ് സ്റ്റെതസ്കോപ്പ് വേണ്ടല്ലോ അല്ലേ? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്തിനാണ് സ്റ്റെതസ്കോപ്പുമായിട്ട് പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. തീർച്ചയായിട്ടും ബിനോ, അത് നമ്മൾ തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ആർ വി റിയലി റീപ്ലേസിംഗ് ദ ഹ്യൂമൻ? അതിലേക്ക് ഞാൻ വരാം. തീർച്ചയായിട്ടും അതിനു മുമ്പ് നമ്മൾ കുറച്ച് ഡാറ്റ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു റേഡിയോളജി സിസ്റ്റം ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു PhD സ്റ്റുഡന്റിന് വേണമെങ്കിൽ ഡാറ്റ അതിനകത്തേക്ക് ഫീഡ് ചെയ്യാവുന്ന ഒരു AI സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. റേഡിയോളജിയിൽ നിറയെ ഡാറ്റ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. US മാത്രം അറൌണ്ട് 800 മില്യൺ മെഡിക്കൽ ഇമേജിങ് എടുക്കുന്നുണ്ട് ഒരു വർഷം. അതായത് 60 ബില്യൺ ഇമേജസ് നമുക്ക് ഇതിനകത്തേക്ക് ഫീഡ് ചെയ്യാനുണ്ട്. അത്രയും ഡേറ്റ ഉണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ടു ഇന്റർപ്രറ്റ് ആൻ ഇമേജ്. അതൊരു പാറ്റേൺ റെക്കഗ്നേഷൻ ആണ്, ഇമേജിലെ അബ്നോർമാലിറ്റീസിലുള്ള പാറ്റേൺ റെക്കഗ്നേഷൻ. അത് ഡോക്ടേഴ്സ് പോലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഈ റേഡിയോളജി ഡോക്ടേഴ്സ് പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. സ്റ്റഡീസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റേഡിയോളജിസ്റ്റ് ഒരു ഇമേജ് അനലൈസ് ചെയ്യുമ്പോൾ 2% ഫാൾസ് നെഗറ്റീവ് ആകാനും 25% ഫാൾസ് പോസിറ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അത് ഏകദേശം 8 മില്യൺ മെഡിക്കൽ ഇമേജിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹ്യൂജ് നമ്പർ. ഈ ഏരിയയിൽ തീർച്ചയായിട്ടും AIക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. 172 ന്യൂറൽ നെറ്റ്വർക്ക് ലെയർ ഉള്ള ഒരു ആൽഗോരിതം 99% ആക്യുറസിയിൽ 1000 പേഷ്യൻസിൽ മെഡിക്കൽ ഇമേജിങ്ങിൽ എക്സ്പീരിയൻസ്ഡ് റേഡിയോളജിസ്റ്റിനേക്കാൾ ആക്യുറസിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ AIയിലുള്ള തീർച്ചയായിട്ടും ഒരു അഡ്വാൻസ്മെന്റ് ആണ്. നേരത്തെ ബിനോ പറഞ്ഞതുപോലെ ആർ വി റിയലി റീപ്ലേസിംഗ് ദ ഡോക്ടേഴ്സ്? നോട്ട് റിയലി. പക്ഷേ ആ ഡോക്ടേഴ്സിന്റെ റോള് ചേഞ്ച് ചെയ്യും. ഇപ്പൊ റേഡിയോളജിസ്റ്റ്, ബിനോ ഒരിക്കലും ഒരു റേഡിയോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ പ്രൈമറി ഡോക്ടറാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. റേഡിയോളജിസ്റ്റ് ആൾമോസ്റ്റ് ലൈക്ക് എ ടെക്നീഷ്യനെ പോലെ വർക്ക് ചെയ്യുന്നത്. അത് ഇന്റർപ്രറ്റ് ചെയ്യുക, മെയിൻ ഡോക്ടറിലേക്ക് പാസ് ചെയ്യുക. പക്ഷേ ഗോയിങ് ഫോർവേഡ് അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ഫസ്റ്റ് AI ആയിരിക്കും അത് ഇന്റർപ്രറ്റ് ചെയ്യുക. ഇൻ അനദർ 10 years ഒരു റേഡിയോളജിസ്റ്റ് തീർച്ചയായിട്ടും AI ഇന്റർപ്രറ്റ് ചെയ്യാത്ത ഒരു ഇമേജ് കാണുക പോലും ഇല്ല. അതിനുശേഷം ആ ഡോക്ടർ തന്നെയായിരിക്കും ഫൈനൽ സേ. അത് കൂടുതലും പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷനും അതിനുള്ള ടൈം കണ്ടെത്താനും ഒക്കെ ഡോക്ടേഴ്സിനെ സഹായിക്കുകയും ചെയ്യും. പല ഹോസ്പിറ്റലുകളും റെസിഡൻസി ഇൻ റേഡിയോളജി ഡ്രോപ്ഡ് അറൌണ്ട് 10%. അവരുടെ റോള് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ആർ വി ഗോയിങ് ടു റീപ്ലേസ് ഹ്യൂമൻ വിത്ത് AI? തീർച്ചയായിട്ടും അല്ല. പക്ഷേ ഡോക്ടേഴ്സിന്റെ റോള് ചേഞ്ച് ചെയ്യും. അത് കൂടുതൽ ഇന്ററാക്ടിങ് വിത്ത് പേഷ്യൻസ് ആൻഡ് മേക്കിംഗ് ദം കംഫർട്ടബിൾ എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. കാരണം AIക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ മനുഷ്യർക്ക് പറ്റും. കമ്പാഷൻ, ഷോയിങ് കൈൻഡ്നെസ്, ഹ്യൂമൻ ടച്ച്. ഇതൊക്കെ പണ്ട് ഡോക്ടറുടെ അടുത്തൊക്കെ പോകുമ്പം ആ ഡോക്ടർ ജസ്റ്റ് ഫീലിംഗ് യുവർ ഹാർട്ട് ബീറ്റ് ഓർ ഫീലിംഗ് യുവർ ബ്രീത്തിങ് ഓർ യുവർ പൾസ്, ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ഇറ്റ് കംഫർട്ട്സ് പീപ്പിൾ. ആൻഡ് ഓൾസോ സ്പീക്കിംഗ് ഇൻ കൈൻഡ് വേർഡ്സ്, റൈറ്റ്? ദോസ് ആർ ദി പ്ലേസസ് വെയർ ദി ഹ്യൂമൻസ് ക്യാൻ ഷൈൻ. റോയ് പറഞ്ഞ പോലെ തന്നെ റേഡിയോളജിസ്റ്റ് ഈസ് കറന്റ്ലി ആക്ടിങ് ഓൺലി ആസ് എ ടെക്നീഷ്യൻ. യു ഗോ ഇൻ ടു എ റേഡിയോളജി ലാബ്, you get a picture taken and the radiologist would probably
talk to you like a couple of sentences, and then he or she will say, doctor will get in touch with you and discuss the result. But what about if the radiologist has immediate access to an AI algorithm to look at the pattern of your image and give you some initial consultation, some direction. And the radiologist can also aid the doctor to make better decision, because these two people might be using two different systems. We still need humans. We still need the human doctors, human healthcare professionals. So the AI is not going to take over the hospital systems or healthcare systems. So that is an important thing that we understand. റേഡിയോളജിസ്റ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ഈ പത്തോളജിസ്റ്റ്. ബേസിക്കലി നമ്മുടെ ബ്ലഡ് സാമ്പിൾസ്, ഹ്യൂമൻ ടിഷ്യൂ സാമ്പിൾസ് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ലൈഡ്സ് റീഡ് ചെയ്ത് ഒരു ഡയഗ്നോസിൽ എത്തിച്ചേരുന്ന ടെക്നീഷ്യൻസ് ആണ് അവർ. അവർക്ക് AI ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ലെറ്റ്സ് ഒരു ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ ഒരു ടിഷ്യൂ ഒബ്സർവ് ചെയ്യുന്ന ഒരു പത്തോളജിസ്റ്റിന് പലപ്പോഴും 100% ആക്യുറേറ്റ് ആയിട്ടൊരു ഡിസിഷനിൽ എത്താൻ പറ്റണമെന്നില്ല. Because what they are doing is they are basically doing a comparison between different images. Breast cancer diagnosis പോലും between the pathologists there is only 48% of agreement that okay, this is a cancerous tissue versus this is not a cancerous tissue. So which means that half of the samples taken can be misdiagnosed. That is huge. അത് ഏത് രീതിയിലാണെങ്കിലും ക്യാൻസർ ഉണ്ടെന്ന് പറയുന്നതും ക്യാൻസർ ഇല്ലെന്ന് പറയുന്നതിന് രണ്ടിനും പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ഔട്ട്കം ഉണ്ടാക്കാം. അവിടെയും ഒരു നല്ല ആപ്ലിക്കേഷൻ ഞാൻ കാണുന്നുണ്ട്. അതാ ഈ പലപ്പോഴും ബ്രെയിൻ ട്യൂമർ പാത്തോളജിസ്റ്റ് കണ്ടെത്തുന്നത് പലപ്പോഴും അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. പക്ഷെ പല ക്യാൻസേഴ്സും റയർ ആയിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. ആ ക്യാൻസറുകളുടെ ഹിസ്റ്ററി ഒരുപക്ഷെ ആ പാത്തോളജിസ്റ്റിന് ഉണ്ടാവില്ല. അവരതൊരു പക്ഷേ കണ്ടെത്തിയിട്ടുണ്ടല്ല. അത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യും. പക്ഷേ AI എന്ന് പറഞ്ഞാൽ പല സോഴ്സിൽ നിന്ന് ഡാറ്റ ഫീഡഡ് ആണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സെനാറിയോകളിൽ ഹ്യൂമൻസിനെ ഔട്ട് പെർഫോം ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും. പിന്നെ മാത്രമല്ല, ഒരു ലബോറട്ടറിയിൽ ഒരു ടിഷ്യൂ എക്സാമിൻ ചെയ്യുമ്പം ടെക്നീഷ്യൻ മേ നോട്ട് ഹാവ് ഓൾ ദി മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദാറ്റ് പേഷ്യൻ്റ് അവൈലബിൾ റെഡിലി. ദി ജനറ്റിക് ഇൻഫർമേഷൻ, ജനറ്റിക് ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, ഇതിന് മുന്നേ എന്തെങ്കിലും കേസസ് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന് മുന്നേ ക്യാൻസർ സിംറ്റംസ് ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ക്യാൻസർ ഇതിന് മുന്നേ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും റെഡിലി അവൈലബിൾ ആവണമെന്നില്ല ഒരു ലബോറട്ടറിയിൽ. മേ ബി ഇവഞ്ച്വലി ഫോർ ദി ഡോക്ടർ ഇറ്റ് മൈറ്റ് ബി അവൈലബിൾ, ബട്ട് ദാറ്റ് ഇൻഫർമേഷൻ ക്യാൻ ഹെൽപ്പ് എയ്ഡ് ദി ടെക്നീഷ്യൻ ടു റീച്ച് എ ബെറ്റർ കൺക്ലൂഷൻ, ലൈക്ക് മോർ ആക്യുറേറ്റ് കൺക്ലൂഷൻ. പലപ്പോഴും ഏത് ഫീൽഡിലാണെങ്കിലും അഭിനോ ഏറ്റവും അണ്ടർ റെപ്രസെന്റും ലാസ്റ്റ്ലി റെപ്രസെന്റും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഏജ്ഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള ഒരു ഫീൽഡാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അതും അഡ്രസ്സ് ചെയ്യാതെ പോകാൻ കഴിയില്ല. ഈ AI പറ്റി പറയുമ്പോൾ പലപ്പോഴും ഏജ്ഡ് ആൾക്കാരെ പറ്റി പറയുമ്പോൾ അവരുടെ അത് എത്രത്തോളം ഇന്ത്യൻ സെനാറിയോയിൽ കറക്റ്റ് ആണെന്ന് അറിയില്ല. പക്ഷേ അമേരിക്കൻ സെനാറിയോയിൽ കൂടുതലും എൻഡ് ഓഫ് ദ ലൈഫ് അവർ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഹോസ്പൈസ് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം, അതെ, അങ്ങനെയായിരിക്കും അവർ സ്പെൻഡ് ചെയ്യുക. പക്ഷേ അവർ പലപ്പോഴും ആഗ്രഹിക്കുക അവരുടെ മരണം ഉണ്ടാകുന്നത് സ്വന്തം വീട്ടിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ അത് പലപ്പോഴും നടക്കാറില്ല. അത് അവർ വലിയൊരു അംബീഷനാണ്. അത് പലപ്പോഴും സൊസൈറ്റി തന്നെ വലിയൊരു സിഗ്നിഫിക്കൻസോടുകൂടി കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഡോക്ടറുടെ പ്രഡിക്ഷൻസ് പലപ്പോഴും കറക്റ്റ് ആകാറില്ല. അപ്പോൾ അതുകൊണ്ട് 80% ഓഫ് പീപ്പിൾ പ്രിഫർ ടു ഡൈ ഇൻ ഹോം. പക്ഷെ അതിൽ തന്നെ 60%ഉം അങ്ങനെ നടക്കാറില്ല. അതൊരു വലിയ പ്രോബ്ലമായിട്ട് ഈ പാലിയേറ്റീവ് കെയറിൽ കാണാറുണ്ട്. പക്ഷെ ഇലക്ട്രോണിക് ഡാറ്റയുടെ ഇംപ്രൂവ്മെന്റും ഉണ്ട്. തീർച്ചയായിട്ടും അതിൽ വലിയ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതൊരു ആക്യുറസിയിലേക്ക് വന്നിട്ടില്ല. ആനന്ദ് അവസ്ഥി എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ഒരു ഡീപ്പ് ലേണിംഗ് ആൽഗോരിതം ഡെവലപ്പ് ചെയ്തു. അതിന്റെ പേര് ഇംപ്രൂവിംഗ് പാലിയേറ്റീവ് കെയർ വിത്ത് ഡീപ്പ് ലേണിംഗ്. പക്ഷെ അതൊരു തമാശയായിട്ട് പറയുന്നത് ഇറ്റ്സ് എ ഡെത്ത് ആൽഗോരിതം, പ്രഡിക്റ്റിംഗ് ഡെത്ത്. അതാണ് ഇത് ചെയ്യുന്നത്. അതിലേക്ക് ഫീഡ് ചെയ്യപ്പെട്ട ഡാറ്റ സോഫ്റ്റ് ഡാറ്റ അല്ല, അതായത് ക്ലിനിക്കൽ ഡാറ്റ അല്ല, ഹാർഡ് ഡാറ്റയാണ്. എത്ര ലോങ് ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റേ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, അവരുടെ ഏജ്, അങ്ങനെയുള്ള ബേസിക് ഇൻഫർമേഷൻസ് മാത്രം ആണ് ഫീഡ് ചെയ്തത്. അറൗണ്ട് 1.5 ലക്ഷത്തോളം പേഷ്യൻസിന്റെ ഡാറ്റ ഇതിൽ ഫീഡ് ചെയ്തിട്ട് 40,000 പേഷ്യൻസിൽ ഇത് ടെസ്റ്റ് ചെയ്തു. അതിന് ഏകദേശം നേരത്തെ പറഞ്ഞ് 80% 60% ഫെയിലിയർ ഉണ്ടായിരുന്നതിൽ നിന്ന് 90% ആക്യുറസിയിലേക്ക് ഈ AIക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റി ഹു ഡൈസ് ഇൻ ദ നെക്സ്റ്റ് 3 to 12 months എന്നുള്ളത്. അത്രയും പെർഫെക്റ്റ് ആക്യുറസിയിൽ AIക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു.
പക്ഷേ ഇതിലേക്ക് റെലവെന്റ് ഡാറ്റ ഫീഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് പാത്തോളജി റിപ്പോർട്ട്, സ്കാൻ റിസൾട്ട്സ്, അവരുടെ സൈക്കോളജിക്കൽ സ്റ്റാറ്റസ്, വാക്കിംഗ് സ്ട്രെങ്ത്, ഹാൻഡ് സ്ട്രെങ്ത്, ഇങ്ങനെയുള്ള നോർമലി ഡോക്ടേഴ്സ് അനലൈസ് ചെയ്യുന്ന ഡേറ്റാസ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആക്യുറസിയിലേക്ക് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഡീപ് മൈൻഡ് എഐയിൽ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വെറ്ററൻസിൽ ഒരു ആപ്ലിക്കേഷൻ അവർ യൂസ് ചെയ്തിട്ട് ഏകദേശം 700,000 വെറ്ററൻസിന് എഐക്ക് ഡാറ്റ സപ്ലൈ ചെയ്തിട്ട് ദേ ഡിസൈഡഡ് ദാറ്റ് ഹൗ മെനി ഓഫ് ദോസ് പേഷ്യൻസ് വിൽ സർവൈവ് എ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്. റോയ് പറഞ്ഞ പോലെ തന്നെ ബേസ്ഡ് ഓൺ ലോട്ട് ഓഫ് ഹാർഡ് ഡാറ്റ. അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസും ഹെൽത്ത് കെയറിൽ നോട്ട് ഓൾവേസ് ടു ഡയഗ്നോസ് ഓർ ട്രീറ്റ് ബട്ട് ടു പ്രിഡിക്റ്റ് സർട്ടൻ തിങ്സ്. ലൈക്ക് ഒരു നഴ്സിംഗ് ഹോമിൽ ജീവിതത്തിൻ്റെ അവസാനം ചെലവഴിക്കുന്ന ഒരു പേഷ്യൻറ്റിന് സ്വന്തം ലവ്ഡ് വൺസിൻ്റെ കൂടെ പീസ്ഫുള്ളായിട്ട് മരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഇഫ് വി ക്യാൻ യൂസ് ആൻ ആൽഗോരിതം ടു മേക്ക് ദാറ്റ് ഡിസിഷൻ ഇൻ ദാറ്റ് എ ഹ്യൂമൈൻ തിങ് ടു ഡു. ദാറ്റ്സ് ഹൗ ഐ ലുക്ക് അറ്റ് ഇറ്റ്. അതുപോലെ തന്നെ ഡീപ്പ് ഡിസ്കവറി എന്ന് പറയുന്ന ഒരു ഫീൽഡുണ്ട്. അതായത് ഡീപ്പ് മെഡിസിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ റിസർച്ച് നടത്തുന്ന സയൻറ്റിസ്റ്റുകൾ ഇപ്പം AI സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് ഒരു അപ്രൻറ്റീസ് അല്ലെങ്കിൽ ഒരു സഹായി എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവഞ്ച്വലി ദീസ് AI സിസ്റ്റംസ് ക്യാൻ ബിഹേവ് ജസ്റ്റ് ലൈക്ക് എ കൊളീഗ് ടു എ സയൻറ്റിസ്റ്റ്. സോ ഹ്യൂമൻ സയൻറ്റിസ്റ്റിനും AI ആൽഗോരിതംസിനും ദേ ക്യാൻ വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് ടു റിസർച്ച്, ലേൺ ആൻഡ് ഡിസ്കവർ തിങ്സ്, വെദർ ഇറ്റ് ഈസ് ഡ്രഗ് ഡിസ്കവറി ഓർ പൊട്ടൻഷ്യൽ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനും ഡിസ്കവർ ചെയ്യാനും AI ക്യാൻ അസിസ്റ്റ് ഓർ ക്യാൻ ബി എ കൊളീഗ് ഫോർ എ സയൻറ്റിസ്റ്റ്. അതുപോലുള്ളൊരു അൽഗോരിതം ഡെവലപ്പ് ചെയ്തതാണ് ഡീപ് സി അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഈ ഡീപ് സി അൽഗോരിതം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അബൌട്ട് 65 ജീൻസ് ആണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 65 ജീൻസിൻ്റെ വേരിയേഷനാണ് ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആയിട്ട് ജനിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാക്കുന്നതെന്നായിരുന്നു. പക്ഷേ ഈ ഡീപ് സി AI അൽഗോരിതം വെച്ചിട്ട് ഇറ്റ് ഐഡൻറ്റിഫൈഡ് ഇറ്റ്സ് ആക്ച്വലി അബൌട്ട് 2500 ജീൻസ് ദാറ്റ് ആർ ലൈക്ലി ടു കോൺട്രിബ്യൂട്ട് ഓർ കോസ് സിംറ്റംസ് ഓഫ് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയൊക്കെ ഒത്തിരി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ക്രിസ്പർ ടെക്നോളജി അങ്ങനെയുള്ളത്. അപ്പോൾ ആ ടെക്നോളജി നമുക്ക് കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കാൻ പറ്റും. കാരണം ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ എഡിറ്റിംഗ് 65 ജീൻസ് വേഴ്സസ് 2500 ജീൻസ്. സോ മോർ ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ജീൻ എഡിറ്റിംഗ് അങ്ങനെയുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഓട്ടിസ്റ്റിക് ഡിസോർഡറിനെയൊക്കെ ടാക്കിൾ ചെയ്യാനായിട്ട് നമുക്ക് AI അൽഗോരിതംസ് യൂസ് ചെയ്യാനുള്ള യൂസ് കേസ് ഒരുപാട് ഉണ്ട്. ബിനോ, ഈ ജീൻ എഡിറ്റിങ്ങിലും ക്രിസ്പറിലും മാത്രമല്ല ഈ AI ഇപ്പോൾ വലിയ റെവല്യൂഷൻ. തീർച്ചയായിട്ടും ജീൻ എഡിറ്റിംഗ്, ജീൻ സീക്വൻസിങ്ങിലൊക്കെ AI പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളതും കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ വേറൊരു ഫീൽഡാണ് ന്യൂട്രീഷൻ സയൻസ്. ഹിപ്പോക്രാറ്റസ് ഒരിക്കൽ ഭയങ്കര ഫേമസ് കോട്ടാണ്, ഇപ്പോഴൊന്നും അല്ല, ഒരു 400 BC പറഞ്ഞ കാര്യമാണ്. He is considered the father of medicine. Yes, he said, "Let food be the medicine and medicine be the food." എന്ന് അതിപ്പോഴും ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എറിക് ടോപ്പോൾ എന്ന് പറയുന്നൊരു ഓഥർ, ന്യൂയോർക്ക് ബെസ്റ്റ് സെല്ലറൊക്കെ എഴുതുന്ന ഒരു ഡോക്ടറാണ്, റൈറ്ററൂടാണ്. അദ്ദേഹം പറഞ്ഞത് ഡയറ്റ് ആൻഡ് ഹെൽത്ത് ആർ ഇന്റർ കണക്റ്റഡ് ബട്ട് ഇറ്റ് ഈസ് മെസ്സി എന്നാണ്. ന്യൂട്രീഷൻ സയൻസ് തീർച്ചയായും ഒബ്സർവേഷണൽ ഡാറ്റയിലും റെട്രോസ്പെക്റ്റീവ്ലി ഗാതേർഡ് ഡാറ്റയിലുമാണ് റിലേ ചെയ്യുന്നത്. മെയിൻലി പീപ്പിൾ റിപ്പോർട്ടിംഗ് വാട്ട് ദേ ഈറ്റ് ആൻഡ് വാട്ട് ഇൻടേക്ക് ദേ ടുക്ക് എന്നുള്ളത്. ആക്യുറേറ്റ്ലി റിപ്പോർട്ടിംഗ് എന്നുള്ളത് ഒരു ഓക്സിമറോൺ ആണ്. കറക്റ്റ് ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പ്രോസ്പെക്റ്റീവ് അർബൻ റൂറൽ എപ്പിഡോമോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു സ്റ്റഡി നടത്തി. ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാരിൽ 18 കൺട്രീസിൽ അവർ ഏകദേശം 170ഓളം ന്യൂസ് ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്തു, 8,000ഓളം ട്വീറ്റ്സ് ക്രിയേറ്റ് ചെയ്തു, 400ഓളം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. ഇതെല്ലാം ഹ്യൂജ് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഒരു സ്റ്റഡി പുറത്തുവിട്ടു. ആ സ്റ്റഡിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹാർട്ട് ഡിസീസിന്റെ ഡെത്തിന് കാരണമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ആണ്, നോട്ട് ഫാറ്റ് ഇൻടേക്ക്. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് ഫാറ്റ് ഇൻടേക്ക് ആണെന്ന്. ആ സ്റ്റഡിയെ പറ്റി നമുക്ക് പിന്നെ പറയാം. പക്ഷേ ഇപ്പൊ ഈ സ്റ്റഡിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹൈ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ആണ് ഇതിനുള്ള കാരണമെന്ന്. ഇതേപോലെ തന്നെ വേറൊരു സ്റ്റഡി 2017 നടന്നായിരുന്നു. അത് നടത്തിയത് ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ഡയബറ്റീസ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മരിച്ച 7 ലക്ഷത്തോളം പേരിലാണ്. അവരിൽ
ഡയറ്റ് ഹാബിറ്ററി അനലൈസ് ചെയ്തിട്ട് ഏകദേശം 10 ഫുഡ് അവർ അനലൈസ് ചെയ്തു. അവർ കഴിച്ചിരുന്ന 10 ഫുഡ്. ആ സ്റ്റഡിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ സീ ഫുഡ് കഴിച്ചവർക്ക് ലെസ് ചാൻസ് ഉണ്ടായിരുന്നു. സീ ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചവർക്ക്. പക്ഷേ പ്രോസസ്ഡ് മീറ്റ് അങ്ങനെയുള്ളത് കഴിച്ചവർക്ക് ഏകദേശം 40% ഓഫ് ചാൻസ് കൂടുതലുണ്ട് അങ്ങനെ മരണപ്പെടാനായിട്ട്. 1 in 2 people die due to dietary habits. ന്യൂട്രീഷൻ സയൻസിലെ സ്റ്റഡീസ് എപ്പോഴും കോംപ്രമൈസ്ഡ് ആണ്. സെൽഫ് റിപ്പോർട്ടിംഗ് ഓഫ് ന്യൂട്രീഷൻ ഇൻടേക്ക് അത് ബയാസ്ഡ് ആകാൻ തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. മാത്രമല്ല പലപ്പോഴും ഈ സ്റ്റഡീസിലൊന്നും ഒരു കോസ് ആൻഡ് എഫക്റ്റ് ആട്രിബ്യൂട്ട് ചെയ്യാനോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനോ അവർക്ക് കഴിയാറില്ല. പലപ്പോഴും അതൊരു പ്രോബ്ലം ആയിട്ട് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യാറ്. ഒരു സോഷ്യോ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് പലപ്പോഴും ഇത്ര ലാർജ് സ്റ്റഡീസിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം പക്ഷേ നമ്മുടെ ഹെൽത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. പക്ഷെ അതൊന്നും പലപ്പോഴും കൺസിഡർ ചെയ്യപ്പെടാറില്ല. റോയെ ആദ്യം പറഞ്ഞ സ്റ്റഡി ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. കാരണം ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഫാറ്റാണ് എല്ലാവർക്കും ഹാർട്ട് ഡിസീസും ഇഷ്യൂസും എല്ലാം കോസ് ചെയ്യണമെന്നും പറഞ്ഞ് ഗ്രോസറി സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ നോൺ ഫാറ്റ് ഓപ്ഷൻസ് എല്ലായിടത്തും വന്നൊരു സമയം ഉണ്ടായിരുന്നു. ഒരു ഇറ്റ് വാസൻ ലൈക്ക് ടു ലോങ് എഗോ, റൈറ്റ്? പാലാണെങ്കിൽ നോൺ ഫാറ്റ് ഉണ്ട്, ഈവൻ കുക്കീസ്, നോൺ ഫാറ്റ് കുക്കീസ്, നോൺ ഫാറ്റ് ചിപ്സ് എല്ലാം നോൺ ഫാറ്റ്. കാരണം ഫാറ്റ് ഈസ് ദി വില്ലൻ, റൈറ്റ്? വെൻ യു റിമൂവ് ഫാറ്റ് ഓഫ് കോഴ്സ് യു നീഡ് ടു കോംപ്രമൈസ് ഓൺ ടേസ്റ്റ്, റൈറ്റ്? അപ്പോൾ ആ ടേസ്റ്റ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ദേ ആഡ് മോർ ഷുഗർ ഓർ മോർ അതർ അഡിറ്റീവ്സ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി മോർ ഹാംഫുൾ. ഇത് പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അതെ, പിന്നെ അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു ബിഗ് ഫാറ്റ് സർപ്രൈസ് എന്ന് പറഞ്ഞൊരു സ്റ്റഡി ഉണ്ടായിരുന്നു. ആൻസൽ കീസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് നടത്തിയ ഒരു സ്റ്റഡിയാണ്. അത് ടൈംസ് മാഗസീൻ 1961 പബ്ലിഷ് ചെയ്തത്. അത് ഹ്യൂജ് ഇമ്പാക്ട് ഉണ്ടാക്കിയതാണ് സൊസൈറ്റിയിൽ ഈ സ്റ്റഡി. പക്ഷേ ഈ സ്റ്റഡി പിന്നീട് കണ്ടെത്തി എന്താന്ന് വെച്ചാൽ ഇവരുടെ ഡാറ്റയോട് മാച്ച് ആകാത്ത ഏകദേശം 15 കൺട്രീസിലെ ഡാറ്റ ഇവര് അബാൻഡൻ ചെയ്തു, വേണ്ടാന്ന് വെച്ചു സ്റ്റഡിയായിട്ട് മാച്ച് ചെയ്യിക്കാനായിട്ട്. ഇത് ഈ ടൈംസ് മാഗസീനിൽ വന്നിട്ട് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് ലോ ഫാറ്റ് ഡയറ്റ്, അവോയ്ഡിങ് ബട്ടർ, എഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ. ഇത് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ചേഞ്ച് അവർ ഡയറ്ററി പ്ലാൻ. ദാറ്റ് വിൽ അഫക്ട് അവർ ലൈഫ്. ഇങ്ങനെ ഫോൾസ് ആയിട്ടുള്ള സ്റ്റഡീസും കുക്ഡ് അപ്പ് സ്റ്റഡീസും വരുമ്പോൾ ഉള്ള പ്രശ്നം ആണ്. പ്രത്യേകിച്ച് ഇൻഅഡിക്കേറ്റ് ഡാറ്റ വെച്ചുള്ള ഒരു സ്റ്റഡീസ് തീർച്ചയായിട്ടും ഹാംഫുൾ ഡയറ്റ് എഫക്ട്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഈ സ്റ്റഡി വെച്ചിട്ട് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിലും റെക്കമെൻഡഡ് ലിമിറ്റിംഗ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻ ദെയർ ഗൈഡ് ലൈൻസ് അവരുടെ വെബ്സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യുകയും അവരുടെ റിപ്പോർട്ടുകളിൽ പുറത്തു വരും. ഈ സ്റ്റഡി ബേസ്ഡ് പല ഇൻഫർമേഷനും ഒമിറ്റ് ചെയ്ത ഒരു സ്റ്റഡിയുടെ റിപ്പോർട്ട്. മാത്രമല്ല ന്യൂട്രീഷൻ ഇറ്റ് ഹാസ് ടു ബി പേഴ്സണലൈസ്ഡ് ഓർ ഇൻഡിവിജ്വലൈസ്ഡ്. കാരണം എനിക്ക് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ആസിഡ് റിഫ്ലക്സ് ഉണ്ട്. ഐ കാനോട്ട് ഈറ്റ് സർട്ടൻ ഫുഡ്സ്. സ്പൈസി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡ്, ഗ്രീസി ആയിട്ടുള്ള മസാലയൊക്കെ ചേർത്ത ഫുഡ് ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഈവൻ FDA റെക്കമെൻഡഡ് ഡയറ്റ് പ്ലാൻ എടുത്ത് നോക്കിയാൽ പോലും അവരുടെ ആ ഒരു ഫുഡ് പിരമിഡ് ഉണ്ട്. ആ ഫുഡ് പിരമിഡിൻ്റെ ഏറ്റവും മേളിലിരിക്കുന്നത് പ്രോട്ടീൻ എന്ന് പറയുന്നതിൽ പലപ്പോഴും റെഡ് മീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ റെഡ് മീറ്റ് ഈസ് വെരി അസിഡിക്. ആസ് എ പേഴ്സൺ ഹൂ ഹാസ് അസിഡിക് ഇഷ്യൂസ് ഐ കനോട്ട് ഫോളോ ദെയർ ഡയറ്ററി പ്ലാൻ. ലൈക്ക് ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡയറ്ററി പ്ലാൻ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഹാസ് ടു ബി ആക്ച്വലി ഇൻഡിവിജ്വലൈസ്ഡ്. just like how medicine should be individualized, nutrition also should be individualized. അതെ ബിനോ, ഇപ്പം ബിനോ പറഞ്ഞത് എക്സാക്ട്ലി കറക്റ്റ് ആണ്, സ്പോട്ട് ഓൺ. ദർ ഈസ് ഓൾവേസ് എ ക്ലാഷ് ബിറ്റ്വീൻ ജനറൽ ഡയറ്ററി പ്ലാൻ ആൻഡ് പേഴ്സണലൈസ്ഡ് ഡയറ്ററി പ്ലാൻ. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഈ ജനറൽ ഡയറ്ററി പ്ലാൻ ഉണ്ടാക്കുന്നത് ഒരു ഇൻഡിവിജ്വൽസിന്റെ മെറ്റാബോളിക് ഡിസോർഡർ, നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഗട്ട്സിലുള്ള മൈക്രോബിയോംസ് ഇതൊന്നും അനലൈസ് ചെയ്തിട്ടല്ല തീർച്ചയായിട്ടും ഒരു ജനറലൈസ്ഡ് ഡയറ്ററി പ്ലാൻ ഉണ്ട്. പക്ഷെ പേഴ്സണലൈസ്ഡ് ഡയറ്ററി പ്ലാനിൽ ഇറ്റ് നീഡ്സ് റിയലി ബിഗ് ഡാറ്റ, കണ്ടിന്യൂസ്ലി ഫീഡിങ്, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മെറ്റബോളിസം എല്ലാം ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യുന്ന ഏജ് ഫാക്ടർ, അതൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടിന്യൂസ് അനാലിസിസ് നടത്തിയിട്ടേ നമുക്കൊരു പേഴ്സണലൈസ്ഡ് ഡയറ്ററി പ്ലാൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. വേറൊരു ബിഗസ്റ്റ് ഗ്യാപ്പ് ഞാൻ ഈ ഹെൽത്ത് കെയർ സിസ്റ്റം, മോഡേൺ ഹെൽത്ത് സയൻസിൽ കാണുന്നത്, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ദി ഡോക്ടേഴ്സ് ആർ ട്രെയിൻഡ് ഓൺ ന്യൂട്രീഷൻ ഇൻ മെഡിക്കൽ സ്കൂൾ. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മെഡിക്കൽ സ്കൂൾ ദേ മോസ്റ്റ്ലി ഫോക്കസ് ഓൺ യുവർ ബോഡി അനാറ്റമി ആൻഡ് cause and effect, right? Okay, if you have these things, okay, this is the prescription or the recommended surgical process or whatever. Basically, they compartmentalize your body into small parts and then develop speciality across it. The fact is the body is one big unit. It is all interacting with each other. It's a
ഹോൾ ഫങ്ഷണൽ യൂണിറ്റ്. ആ ഹോൾ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയെ കാണുമ്പം ദി ന്യൂട്രീഷൻ ആൻഡ് ദി വാട്ടർ യു ഡ്രിങ്ക്, ദി എയർ യു ബ്രീത്ത്, ഓൾ ബിക്കംസ് ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ്. ഒരു ടിപ്പിക്കൽ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോകുമ്പം ഐ ഡോണ്ട് സീ ദം ഗിവിങ് എ ഹ്യൂജ് എംഫസിസ് ഫോർ ന്യൂട്രീഷൻ ഓർ വാട്ട് യു ഈറ്റ് ഓർ വാട്ട് യു നോട്ട് ഈറ്റ്, ബട്ട് I can see a little bit of gap there. But data and algorithms like this can definitely shed some light there and help the physician maybe work with a nutritionist to determine what is the best diet for you based on your personal medical data. This is slightly related to AI, but the crowdsourcing of doctors. Doctors crowdsourcing പല ഏരിയയിൽ നടത്തി എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ആർത്രൈറ്റിസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി റൂമറ്റോളജിസ്റ്റുകൾ എല്ലാം കൂടി ഒരു ക്രൗഡ് സോഴ്സിങ് ആപ്പ് ഉണ്ടാക്കി. 1000 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു ആ നെറ്റ്വർക്കിൽ. യൂഷ്വലി റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് അവരുടെ ജോയിൻസ് അല്ലെങ്കിൽ അവരുടെ ഫിംഗേഴ്സിനൊക്കെ ചെറിയ ഡിഫോമിറ്റി ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പിക്ചർ പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മെഡിക്കൽ ഡേറ്റയൊക്കെ ആപ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഇൻപുട്ട് ഫ്രം ലിറ്ററലി ഹൺഡ്രഡ്സ് ഓഫ് ഡോക്ടേഴ്സ്. ഒരു ഇൻഡിവിജ്വൽ ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഇൻഡ്യൂഷനും അല്ലെങ്കിൽ ഈവൻ കൺഫർമേഷൻ ബയാസും മാത്രം വെച്ചിട്ട് ഒരു രോഗിയെ ഡയഗ്നോസ് ചെയ്യുന്നതിന് പകരം ഈ ക്രൗഡ് സോഴ്സിംഗ് ഓപ്ഷൻ വഴി ബേസിക്കലി യു ആർ ടാപ്പിംഗ് ഇൻ ടു ദി ബ്രെയിൻ ഓഫ് മൾട്ടിപ്പിൾ പീപ്പിൾ. AI is basically the automation of that process, right? That has been experimented and been very successful in healthcare. അതുപോലെ വേറൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിങ്ങിങ് ദി ഹെൽത്ത് സയൻസ് മോർ ടു ദി പീപ്പിൾ. സിറ്റിസൺ സയൻസ് എന്ന് പറയും. പണ്ടൊക്കെ നമുക്ക് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് അൺറീച്ചബിൾ. ഒരു ഇയർ ഇൻഫെക്ഷൻ, നമ്മുടെ ഒരു കൊച്ചു പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇയർ ഇൻഫെക്ഷൻ. ഇഫ് യു ഹാവ് എ ഇയർ ഇൻഫെക്ഷൻ നോക്കാനുള്ള ഒരു ഡിവൈസ്, എന്നിട്ട് അത് റീഡ് ചെയ്യാനുള്ള ഒരു ആപ്പ് നമ്മുടെ ഫോണിലും ഉണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ദാറ്റ് ഡയഗ്നോസിസ് അറ്റ് ഹോം. അറ്റ്ലീസ്റ്റ് ഐ എം നോട്ട് സെയിങ് ദാറ്റ് വി ഷുഡ് start prescribing medicine, but at least we can rule out other potential possibilities. If it is an ear infection, okay, give a little bit of Tylenol and maybe wait until tomorrow to go to the doctor. രാത്രി തന്നെ നമുക്ക് എമർജൻസി റൂമിൽ പോകേണ്ട ആവശ്യമില്ല. സോ അതുപോലെ ആ സിറ്റിസൺ സയൻസ്, മെഡിക്കൽ സയൻസ് മേക്കിംഗ് ഇറ്റ് മോർ ആക്സസിബിൾ ടു സിറ്റിസൺസ്, റെഗുലർ സിറ്റിസൺസ്, ഐ തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് ഈ വെയറബിൾ ഡിവൈസ്, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്മാർട്ട് വാച്ചസ്, ലൈവ് കോറിൻ്റെ EKG എടുക്കാനുള്ള ഡിവൈസ്, അങ്ങനെയുള്ള പല വെയറബിൾ ഡിവൈസസും നമുക്കതിന് യൂസ്ഫുൾ ആയിട്ട് വരാം. അതുപോലെ തന്നെ ഈ ക്രൗഡ് സോഴ്സിങ്ങിന് മെഡിസിനിലും ഉണ്ട് ആപ്ലിക്കേഷൻ. ഇപ്പം നമ്മൾ ഗൂഗിളിൽ പോയി ഒരു സിംറ്റം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഓൾ കൈൻഡ് ഓഫ് റോങ് ഇൻഫർമേഷൻ. ലൈക്ക് ഇഫ് യു പുട്ട് ഹെഡ് ഏക്സ്, യു ക്യാൻ കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ഓക്കെ യു ഹാവ് ബ്രെയിൻ ട്യൂമർ വിത്തിൻ ലൈക്ക് സെക്കൻഡ്സ്. ഹെഡ് ഏക്ക് ക്യാൻ ബി എ സിംറ്റം ഓഫ് എ ബ്രെയിൻ ട്യൂമർ. ബട്ട് ആ ഡേറ്റ ഒന്ന് ഫിൽട്ടർ ചെയ്യാനും അതൊന്ന് സിന്തസൈസ് ചെയ്ത് അത് മോർ ആക്സസിബിൾ ആക്കാനും നമുക്ക് ആൽഗോരിതംസിനും സിസ്റ്റംസിനും അല്ലെങ്കിൽ ഈവൻ സിമ്പിൾ മൊബൈൽ ആപ്സിനും ഒരുപക്ഷെ സാധിച്ചേക്കും. ബിനോ, സിറ്റിസൺസ് മെഡിസിനെ പറ്റി പറയുമ്പോൾ ആപ്ലിക്കേഷനിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ നെക്സ്റ്റ് ലെവൽ ഓഫ് ഹെൽപ്പ് നമുക്ക് തീർച്ചയായിട്ടും AI കിട്ടാൻ കഴിയും. നോട്ട് ഫോർ നൗ ബട്ട് ഇൻ ദ ഫ്യൂച്ചർ. AI നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും വിർച്വൽ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നുള്ള ഒരു ഫീച്ചറിലേക്കാണ്. അത് ടെക്നിക്കലി പൊളിറ്റിക്കലി എല്ലാം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഫിസിഷ്യനെ മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് കെയറിലേക്കും ഒക്കെ ലീഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഫീൽഡാണ് തീർച്ചയായിട്ടും വിർച്വൽ മെഡിക്കൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇൻഡിവിജ്വലൈസ്ഡ് ബയോളജിക്കൽ ഡാറ്റ ആവശ്യമാണ്. അത് കണ്ടിന്യൂസ്ലി ഫീഡിങ് ആയിരിക്കണം, കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആയിരിക്കണം. തീർച്ചയായിട്ടും കൾച്ചറൽ ചേഞ്ച്, ബയോളജിക്കൽ ചേഞ്ച് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം. ബിക്കോസ് ആസ് വി ഏജസ് അതെല്ലാം ചേഞ്ച് ചെയ്യുന്നതാണ്, അതെല്ലാം നമ്മുടെ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യുന്നത് കാര്യങ്ങളാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു വിർച്വൽ അസിസ്റ്റൻ്റ് ആകുമ്പോഴത്തേക്ക് അതിനേക്ക് ഫീഡ് ചെയ്യപ്പെടുന്ന ഡാറ്റ തീർച്ചയായിട്ടും ഒരു മാനുവൽ ഡാറ്റ ഫീഡിങ് ആകാൻ പാടില്ല. അതെപ്പോഴും ഓട്ടോമേറ്റഡ് പ്രോസസ് ആയിരിക്കണം. ഇപ്പൊ തന്നെ നമുക്ക് ഗൂഗിള് യൂണിവേഴ്സിറ്റി ഓഫ് റോച്ചസ്റ്ററുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ടോയ്ലറ്റ് സീറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് സീറ്റിലിരിക്കുമ്പോൾ നമ്മുടെ വൈറ്റൽസ് എടുക്കുക, ഐഫോൺ ആപ്പിലേക്ക് ഫീഡ് ചെയ്യുക. അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടുള്ള ഒരു ഡാറ്റ ഫീഡിങ് ആയിരിക്കണം ഉണ്ടാവുക. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇമേജ് റെക്കഗ്നിഷൻ വെച്ച് ന്യൂട്രീഷൻ കണ്ടന്റ് എല്ലാം അനലൈസ് ചെയ്ത് ഫീഡ് ചെയ്യപ്പെടുന്ന സ്മാർട്ട് ഫോൺ ആപ്സ് ഉണ്ട്. പക്ഷെ അതും കുറച്ച് മാനുവൽ വർക്ക് ഇൻവോൾവ് ആണ്. അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടുള്ള ഒരു ഡാറ്റ ഫീഡിങ് ആകണം തീർച്ചയായിട്ടും ഈ വിർച്വൽ മെഡിക്കൽ അസിസ്റ്റന്റിലേക്ക് ഉണ്ടാകേണ്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഡാറ്റ ഫീഡിങ് ഹാസ് ടു ബി നേച്ചേർഡ്, ഫെഡ് വിത്ത് ഓൾ ന്യൂ ആൻഡ് റെലവെന്റ് ഡാറ്റ. ലൈഫ് സ്ട്രെസ് ഇവന്റ്സ്, കരിയർ ചേഞ്ച് അതെല്ലാം ഫീഡ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം. ഹെൽത്ത് കെയർ ഒരു ബിസിനസ്സായി
ഒരു എൻ്റർപ്രൈസായി വളർന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഏകദേശം $3.5 ട്രില്യൺ ഒരു വർഷം അമേരിക്ക പീപ്പിൾ സ്പെൻഡ് ഓൺ ഹെൽത്ത് കെയർ, വിച്ച് ഈസ് 20% ഓഫ് ദി നാഷണൽ GDP. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം $11,000 ഒരു ആളുടെ മേളിൽ നമ്മൾ ഹെൽത്ത് കെയറിന് വേണ്ടി ചെലവ് ചെയ്യുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് ദർ ഈസ് ആൻ ആസ്പെക്ട് ഓഫ് ബിസിനസ് ഇൻട്രസ്റ്റ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആണെങ്കിലും മെഡിക്കൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് ആണെങ്കിലും ഈവൻ ദി ഹോൾ ഹെൽത്ത് കെയർ സിസ്റ്റം ആണെങ്കിലും ബിസിനസ് ഇൻട്രസ്റ്റ് ഒരുപാട് പ്ലേ ചെയ്യുന്നുണ്ട്. ദി ഇഷ്യൂ ഈസ് ദി മോർ ബിസിനസ് സെൻട്രിക് സംതിങ് ബിക്കംസ്, ദി മോർ ഡീഹ്യൂമനൈസ്ഡ് ഇറ്റ് ബിക്കം. Empathy, compassion, being sympathetic to a person in the most vulnerable state. Because if you think about it, somebody comes to the healthcare system when they are at the most vulnerable state, mentally or physically. അപ്പോൾ നമുക്ക് ഒരാളുടെ അടുത്ത് കമ്പാഷനും കൈൻഡ്നെസ്സും ഹ്യൂമാനിറ്റിയും കാണിക്കാൻ സാധിച്ചില്ലെങ്കിൽ ദാറ്റ് ഈസ് എ ഡീഗ്രേഡേഷൻ ഓഫ് അവർ ഓൺ മൊറാലിറ്റി. അവിടെയാണ് we have to make sure that yes, all these systems are good and we can probably use this system to free up the human healthcare professionals to practice more empathy, more humane approach to their patients. Hospital systems ഒക്കെ ആണെങ്കിലും they try to squeeze almost all the productivity out of all the clinicians because it's very highly competitive and also they have business interest. So അവിടെയും tapping into the power of computing systems, we can free up human resources to actually work with the people, to actually talk to people, to spend time with the people and to provide them that real care that they need. അതെ അഭിനവ്, നമ്മുടെ ലൈഫിൽ തന്നെ പലപ്പോഴും സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രെസ്സോ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ഫ്രണ്ടോ നമ്മളെ ഒന്ന് കംഫർട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മെന്റൽ പീസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു രോഗമായിട്ടോ പ്രോബ്ലമായിട്ടോ ഒരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഡോക്ടർ തരുന്ന ഒരു കംഫർട്ട് തീർച്ചയായിട്ടും അത് മറ്റു പല കംഫർട്ടുകൾക്കും മേലെയുള്ള ഒരു കംഫർട്ടാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന് വേണ്ടുന്നത് ടൈമാണ്. ക്യാൻ ബൈ ടൈം, പക്ഷേ ആ ടൈം എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ പേഷ്യന്റിന് ഹെൽപ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഡോക്ടേഴ്സാണ് തീരുമാനിക്കേണ്ടുന്നത്. സോ നമ്മൾ ഈ ഒരു ഇമോഷണൽ കണക്ഷൻ വിത്ത് ദ ഡോക്ടർ ആൻഡ് പേഷ്യൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം ഐ തിങ്ക് ദർ ഈസ് എ യൂസ് കേസ് ഫോർ AI ദെയർ ഓൾസോ. കാരണം നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബയോകെമിക്കൽ ആൽഗോരിതംസ് ആണ് ബേസിക്കലി. ലവ്, ആങ്കർ, സാഡ്നെസ്, ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഫറ്റീഗ്. വി ആർ ഓൾറെഡി യൂസിങ് ദീസ് ആൽഗോരിതംസ് ഓൺ എ ഡെയിലി ബേസിസ്. ഇപ്പോൾ നമ്മളൊരു പൊട്ടൻഷ്യൽ പാർട്ട്ണറിനെ കാണുമ്പം യു ഫീൽ അട്രാക്റ്റീവ് ടു ദി പാർട്ട്ണർ. അത് ഒരു ബയോകെമിക്കൽ ആൽഗോരിതമാണ് in our brain. That algorithm kicks in and it produces certain hormones and you feel certain emotions, right? We are already using algorithms within our cognitive space. We can transfer neuroscience has advanced so much that you can tap into those algorithms from your brain directly. അത് വെച്ചിട്ട് ഇപ്പം one thing I can think of like ഒരു മേജർ ആയിട്ട് നടത്തേണ്ട ഒരു സർജറി ചെയ്യാൻ പോകുന്ന ഒരു സർജൻ, we need to really know that that surgeon is well rested, he got a good night's sleep and he is ready to perform a major surgery which could take hours and hours, right? Is he actually ready for it? ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടൊരു ചെക്ക് ലിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു സം എക്സ്റ്റെൻറ്റ് വി ക്യാൻ ഇവാലുവേറ്റ് ദാറ്റ് വെദർ ദാറ്റ് സർജൻ ഹാസ് ദി ഫിസിക്കൽ കപ്പാസിറ്റി ആൻഡ് ദി മെൻ്റൽ കപ്പാസിറ്റി ടു പെർഫോം ദാറ്റ് സർജറി. ഒരു 6 to 8 hours സർജറി ചെയ്യാനുള്ളത്. വി ക്യാൻ ടാപ്പ് ഇൻ ടു AI to recommendation. Okay, today is not the right day for you to perform this surgery. That is another application that I can see where we can tap into our biochemical algorithms to determine the productivity nature of our physical body. അതേപോലെ തന്നെ ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും പേഷ്യൻസിനോട് കൂടുതൽ അറ്റൻറ്റീവ് ആയിട്ടിരിക്കേണ്ടതും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റഡി പറയുന്നത് 18 seconds എപ്പോഴും ഡോക്ടേഴ്സ് പേഷ്യനെ ഇന്ററപ്റ്റ് ചെയ്യുമെന്നാണ്. ബയാസ് വെച്ചിട്ട് ഡോക്ടേഴ്സ് എപ്പോഴും കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്യാനും അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്ന് അസ്യൂം ചെയ്യാനും ശ്രമിക്കാറുണ്ട്. വില്യം ഓസ്ലർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട്, ജോൺ ഹോപ്കിൻ ഹോസ്പിറ്റലിന്റെ ഫൗണ്ടർ ഒക്കെ ആയിരുന്നു. പുള്ളി പറയുന്നത് ജസ്റ്റ് ലിസൺ ടു യുവർ പേഷ്യന്റ്, ഹി ഈസ് ടെല്ലിങ് യു ദ ഡയഗ്നോസിസ് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് AI ക്യാൻ ഗിവ് us ടൈം ബട്ട് വി നീഡ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ AI ഹെൽപ്പ് ചെയ്യുന്നു, ഈ ടൈം ബൈയിങ്ങിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. റീസെൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ചെസ്റ്റ് പെയിൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വൈറ്റൽസ് എല്ലാം എടുത്തു, ഫുൾ ടെസ്റ്റ് നടത്തി. ടെസ്റ്റ് കൊണ്ടുപോയിട്ട് അവൻ തിരിച്ച് ബെഡിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഫുൾ AI അനലിസ്റ്റ് റിപ്പോർട്ട് അവൻ്റെ സ്മാർട്ട് ഫോൺ ആപ്പിൽ എത്തിക്കഴിഞ്ഞു. അവൻ അത് റീഡ് ചെയ്തിട്ട് ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്തിട്ട് അവൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട്
പറഞ്ഞിട്ട് ഹി വാസ് റെഡി വിത്ത് മോർ ക്വസ്റ്റ്യൻ ഫോർ ഡോക്ടർ വന്നപ്പോഴത്തേക്ക് അവന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ആ ഡോക്ടറിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിഞ്ഞു. അപ്പോൾ AI ഇങ്ങനെയുള്ള ഏരിയയിലും കൂടുതൽ So, being an informed patient. being an informed patient, and also it buys time, right? The time that doctor can absolutely. efficiently use. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. As we conclude, എനിക്കൊരു ഡിസ്ക്ലൈമർ പോലെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ സ്റ്റിൽ ഇൻ ദി ഏർലിയസ്റ്റ് ഡേയ്സ് ഓഫ് AI ഇൻ മെഡിസിൻ. വി ആർ സ്റ്റിൽ കൈൻഡ് ഓഫ് എക്സ്പെരിമെന്റിങ് വിത്ത് ഇറ്റ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 10 to 15 ഇയേഴ്സ് ഒരു റാപ്പിഡ് പ്രോഗ്രസ് ആണ് ആ ഏരിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈവൻ മേജർ പ്ലെയേഴ്സ്, IBM വാട്സൺ. ഐ നോ ദാറ്റ് IBM വാട്സൺ ഈസ് വൈഡ്ലി യൂസ്ഡ് by oncologists to diagnose different types of cancers and also prescribe treatments. Even it is being installed in a lot of major hospitals, even in India. ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴും the point that I want to emphasize is this is not going to replace human doctors and human healthcare professionals. ഒരു ഡോക്ടർ നമ്മളുടെ ഒരു എക്സാമിനേഷൻ റൂമിൽ ഇരുന്ന് മോസ്റ്റ് വൾണറബിൾ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു പേഷ്യന്റിനോട് യു ആർ ഗോയിങ് ടു ബി ഓക്കെ എന്ന് പറയുന്നതിന്റെ ഒരു പവർ നത്തിങ് ക്യാൻ റീപ്ലേസ്. ഡോക്ടറുടെ പ്രസൻസ്, ആ ഡോക്ടറുടെ എംപതി, ട്രസ്റ്റ്, ഹൗ മച്ച് വി ക്യാൻ ട്രസ്റ്റ് ദാറ്റ് doctor, how much caring that person is, being a human. Ultimately, that is what comforts a human being, that connection with the person that who is caring for you. That is very important. We cannot underestimate the power of that. We can talk about technology, we can talk about science. It is all good. It is helping. And നമ്മളുടെ ഈ പോഡ്കാസ്റ്റിൽ in the past 1 hour or so, we have established a very good case for artificial intelligence in medicine or even in many other areas. I'm all for it. But it's not a replacement for what a human being can do to a person who is suffering. Thank you, Roy. This has been a great conversation. I learned a lot researching this topic, and this is something that we would probably talk more in the future. Sure, Bino, we'll come up with another topic. Thank you. Thank you.